സാമൂഹ്യനീതി വകുപ്പും നിഷും സംയുക്തമായി 2015 മുതൽ നടത്തിവരുന്ന ഭിന്നശേഷി അവബോധ പരിപാടിയാണ് നിഡാസ്. ഭിന്നശേഷിയുള്ളവരെയും അവരുടെ മാതാപിതാക്കളെയും അവരെ പരിപാലിക്കുന്നവരെയും ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും പലതരത്തിലുള്ള ഭിന്നശേഷിയെക്കുറിച്ചും അവ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും അവരെ ബോധവാന്മാരാക്കാനാണ് ഈ പരിപാടി നടത്തിവരുന്നത്. ഇന്നത്തെ ഈ സെഷന്റെ സൈൻ ലാംഗ്വേജ് പരിഭാഷ നിങ്ങൾക്ക് ലഭ്യമാണ്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കോർഡിനേറ്റർ നിഡാസ് എന്ന ഐക്കണിൽ പിൻ ചെയ്യേണ്ടതാണ്. കോർഡിനേറ്റർ നിഡാസ് എന്നതിൽ പിൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ സെഷൻ ഗൂഗിൾ മീറ്റിലൂടെയും നിഷിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ സ്ട്രീമിങ്ങിലൂടെയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് തിരിച്ചറിയലും പ്രതിരോധവും എന്ന വിഷയത്തിൽ ഇന്നത്തെ സെഷൻ കൈകാര്യം തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ശ്രുതി ആണ്. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ന്യൂറോ മസ്കുലർ ആൻഡ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഡിവിഷന്റെ ഇൻചാർജും ന്യൂറോളജി വിഭാഗം പ്രൊഫസറും കൂടിയായ മാഡത്തിന്റെ ഈ മേഖലയിലെ പരിചയ സമ്പത്ത് തീർച്ചയായും നമ്മുടെ ഇന്നത്തെ സെഷന് നല്ലൊരു മുതൽക്കൂട്ടാണ്. പങ്കെടുക്കുന്ന ഏവരുടെയും ശ്രദ്ധയ്ക്ക് ഇപ്പോൾ ചാറ്റ് ബോക്സിൽ ലിങ്ക് ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവരും അത് ഓപ്പൺ ചെയ്ത് ആ ഒരു ചോദ്യാവലി പൂരിപ്പിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്ത ലിങ്ക് എല്ലാവരും പൂരിപ്പിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. സെഷൻ കൈകാര്യം ചെയ്തതിനായി ഡോക്ടർ ശ്രുതി മാഡത്തെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് എനിക്കൊരു അവസരം തന്ന നിഷ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് അവരുടെ ഓൺലൈൻ ഇന്ററാക്റ്റീവ് ഡിസബിലിറ്റി അവയർനെസ് സെഷൻ ഈ ഗ്രൂപ്പിലുള്ള ഭാരവാഹികളെ ഒക്കെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് അഥവാ MS സംബന്ധിച്ച ഭിന്നശേഷി, അവ എങ്ങനെ തിരിച്ചറിയാം, അവ എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ്. മാഡം ഒരു മിനിറ്റ്, മാഡം ആ മൈക്ക് ഒന്ന് കുറച്ച് ഡിസ്റ്റൻസിൽ പിടിക്കാവോ? ആ കാറ്റ് വരുന്നുണ്ട് സൗണ്ട്. ഇപ്പൊ ഭേദമാണോ? താത്തി വെച്ചല്ലോ, മൈക്ക് കൈ പിടിക്കണ നിർബന്ധമില്ല. ഓക്കെ, കേൾക്കുന്നുണ്ടോ ഇപ്പോഴേ? ഇത് ഓക്കെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് എന്ന് നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ കാണുന്ന ഒരു ചുരുക്കം സമ്മറി എന്ന് പറയുന്നത്, മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് എന്നത് ക്രോണിക് ഓട്ടോഇമ്മ്യൂൺ ഡീമൈലേറ്റിംഗ് ഡിസീസ് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നാണ് അതിൻ്റെ നമ്മൾ സാധാരണ കാണുന്ന ഒരു വാചകം. ഇതിൽ അതിൻ്റെ എന്താണ് ഈ രോഗമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത രൂപം അതിൽ തന്നെ ഉണ്ട്. ഈ കേന്ദ്ര നാഡീവ്യൂഹം, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് തലച്ചോറ്, സ്പൈനൽ കോഡ്, കണ്ണിന്റെ ഞരമ്പുകൾ എന്നിവ ഉൾപ്പെട്ടതാണ്. ഈ ഭാഗങ്ങളിലാണ് MS രോഗം ഉണ്ടാകുന്നത്. നമ്മുടെ എല്ലാ ഞരമ്പുകൾക്ക് ചുറ്റും ഒരു കോട്ടിംഗ് ഉണ്ട്. നമ്മുടെ ഇലക്ട്രിക് കമ്പികളിൽ കാണുന്ന ഇൻസുലേഷന് സമാനമായ ഒരു കോട്ടിംഗ് ഞരമ്പുകൾക്ക് ചുറ്റുമുണ്ട്. അതിന്റെ പേരാണ് മൈലിൻ ഷീത്ത്. ഈ മൈലിൻ ഷീത്ത് വളരെ അത്യാവശ്യമാണ്. ഈ നമ്മുടെ കൈകളിലേക്കും കാലുകളിലേക്കും മുഖത്തേക്കും ഒക്കെ പോകുന്ന സിഗ്നലുകളെ കറക്റ്റായിട്ട് അവിടെ എത്തിക്കാനായിട്ട്. അപ്പോൾ ഈ മൈലിൻ ഷീത്ത് നഷ്ടപ്പെടുന്ന ഒരു അസുഖമാണ് ഡീമൈലിനേറ്റിംഗ് ഡിസീസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഏറ്റവും സാധാരണമായി കാണുന്ന ഡീമൈലിനേറ്റിംഗ് ഡിസീസാണ് MS. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം പ്രതിരോധ ശക്തി നമുക്കെതിരെ തന്നെ ആക്ട് ചെയ്യുന്ന ഒരവസ്ഥ. അതായത് നമ്മളെ സാധാരണയായി ഒരു മനുഷ്യനെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രതിരോധ മെക്കാനിസം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയ, വൈറസ് അങ്ങനെ എന്തെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ അവയെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു ഫുൾ മെക്കാനിസം തന്നെയുണ്ട്. പക്ഷെ ദുർഭാഗ്യവശാൽ അതിനകത്തുള്ള ചില കോശങ്ങൾ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്നു. അങ്ങനെയാണ് ഈ സ്വയം പ്രതിരോധ രോഗം ഉണ്ടാകുന്നത്. MS ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചു കാലം നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവുക. കാലാകാലമായി നമുക്ക് അതിൻ്റെതായിട്ടുള്ള
ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതാണ് ക്രോണിക് അല്ലെങ്കിൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു രോഗം എന്നതിനെ വിശേഷിപ്പിക്കാൻ കാരണം. അപ്പോ MS ഉണ്ടാകുന്ന ആൾക്കാരിൽ ഡീമൈലിനേഷൻ ഉണ്ടാകുന്ന പാടുകൾ പല ഭാഗത്തായി ബ്രെയിനിന്റെയും സ്പൈനൽ കോഡിന്റെയും 2 ഞരമ്പുകളിൽ അത് കാണപ്പെടും. അത് നമുക്ക് നമ്മള് MRI എടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതനുസരിച്ച് അത് കാണപ്പെടും. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അത് എങ്ങനെയാണ് MS ഉണ്ടാകുന്നത് എന്നാണ് വളരെ സാധാരണയായി നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യം. അടുത്ത സ്ലൈഡ്. അപ്പോ ഇതിന് ഒരു ഒറ്റ കാരണമായിട്ട് പറയാനില്ല. അതായത് നമ്മളിപ്പോ ഒരു അസുഖം വരുമ്പോൾ ഒരു കോവിഡ് വൈറസ് വന്നു, കോവിഡ് രോഗം പിടിപെട്ടു എന്ന് പറയുന്ന രീതിയിൽ ഒരു കാരണം മാത്രമല്ല MS ഉണ്ടാകുന്നത്. ഇതിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നമുക്ക് എൻവയറമെന്റൽ ഫാക്ടേഴ്സ്, അതായത് നമ്മുടെ ചുറ്റുമുള്ള പരിസ്ഥിതിയിലുള്ള പല പല കാര്യങ്ങൾ നമ്മൾ അതുമായി അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിൽ എങ്ങനെയൊക്കെയോ അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ മാറ്റിമറിക്കുന്നത് കൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ വിചാരിക്കുന്നത് ഒരു വൈറസാണ്. നമുക്ക് സാധാരണ പനി, ചുമയൊക്കെ ഉണ്ടാക്കുന്ന വൈറസുകളിൽ പെടുന്ന എപ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ടാക്കുന്ന രോഗം എന്തോ കാരണവശാൽ അതിനെതിരെ ശരീരം ഉണ്ടാക്കുന്ന ഇമ്മ്യൂണിറ്റി വഴിതെറ്റിപ്പോവുകയും അത് നമ്മുടെ ശരീരത്തിനെ തന്നെ ആക്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനമായ സംശയം ഉള്ളത് ഇതിനെക്കുറിച്ച്, എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത്. ഇത് കൂടാതെ മറ്റു പല കാര്യങ്ങളും MS-ന്റെ തോത് കൂട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിലുള്ള അമിതവണ്ണം, ഒബീസിറ്റി, ഏത് നാട്ടിലാണ് നമ്മൾ ജനിച്ചത് വളർന്നത് എന്നുള്ളത്. അതായത് ശീതരാജ്യങ്ങളിലാണ് MS-ന്റെ പ്രിവലൻസ് കൂടുതൽ. നിങ്ങൾ ഈ മാപ്പ് നോക്കുകയാണെങ്കിൽ കാണാം, ബ്ലൂ നിറത്തിൽ കാണുന്നതാണ് ഏറ്റവും കൂടുതൽ MS ഉള്ള സ്ഥലങ്ങൾ. ഇതില് അമേരിക്ക, ഫിൻലാൻഡ്, നോർത്തേൺ യൂറോപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതലായി MS കാണുന്നത്. ഇക്വേറ്ററിന്റെ നടുക്ക്, അതായത് ഏറ്റവും ചൂടുള്ള ഭാഗങ്ങളിൽ, ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നമുക്ക് MS-ന്റെ തോത് താരതമ്യേന കുറവാണ് താനും. അപ്പോൾ തണുപ്പ് രാജ്യങ്ങളുമായിട്ട് ഇതുണ്ടാകുന്നതിന് ഒരു ബന്ധമുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ AC ഇട്ടിരിക്കുന്നതുകൊണ്ടോ ഇവിടെ നമ്മൾ തണുപ്പ് സമയത്ത് ഇരിക്കുന്നത് കൊണ്ടോ അതുണ്ടാകുന്നതല്ല. അത് രാജ്യങ്ങളും അതുമായിട്ടുള്ള സൺലൈറ്റുമായിട്ടുള്ള എക്സ്പോഷറുമാണ് അതിന്റെ കാരണമായിട്ട് കണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിലൊന്നും ഒരു സിംഗിൾ കാരണമല്ല MS ഉണ്ടാകാനായിട്ട്. ഇവ തമ്മിൽ പല രീതിയിൽ ഇമ്പാക്ട് ചെയ്യുന്നത് കൊണ്ട് വളരെ ആകസ്മികമായിട്ട് ഉണ്ടാകുന്ന ഒരു രോഗമാണ്. അതും പല പല വർഷങ്ങളാണ് ഈ രോഗത്തിന്റെ ഉണ്ടാകാനുള്ള സമയമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. ഇനി എന്താണ് ഇതിന്റെ ജനിതകമായിട്ടുള്ള ഭാഗം? കാരണം എല്ലാവരെയും വളരെയധികം അലട്ടുന്നത്, പ്രത്യേകിച്ച് ഈ രോഗം നിർണ്ണയിക്കപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് ഇത് കുടുംബത്തിൽ കാണുമോ എന്നുള്ളതാണ്. ഇതിൽ ജനിതകമായിട്ടുള്ള കുറച്ച് ജീൻസ് കണ്ടിട്ടുണ്ട്. അതായത് ഒരു 200ഓളം സാധ്യതകൾ കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഡയറക്റ്റായിട്ട് MS ഉണ്ടാക്കുന്നതായിട്ട് തെളിഞ്ഞിട്ടില്ല. MS നമുക്ക് വരാനുള്ള സാധ്യത വളരെ ഒരു ചെറിയ തോതിൽ കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, ചില പർട്ടിക്കുലർ ജീൻസ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇതൊന്നും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പരിസ്ഥിതിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ജനറ്റിക് കാര്യങ്ങളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് ഈ രോഗം ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളതായി കാണിക്കുന്നത്. ഇനി ഇന്ത്യയിലേക്ക് വരാം. നമ്മൾക്കറിയാം, ഇന്ത്യ താരതമ്യേന ചൂട് കൂടിയ ഒരു രാജ്യമാണ്. എന്നാലും ഇവിടെ ഇപ്പോ 100,000 ആൾക്കാരിൽ ഒരു 5 മുതൽ 20 പേർക്കെങ്കിലും MS ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ പോപ്പുലേഷൻ അനുസരിച്ച് കേരളത്തിൽ മാത്രം 6,000-7,000 പേർക്കെങ്കിലും MS ഉണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അടുത്ത സ്ലൈഡ്. എന്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഇന്നിവിടെ ചർച്ച ചെയ്യാനുള്ള കാരണം എന്ന് നോക്കാം. MS എന്നത് സാധാരണ വരുന്നത് പ്രായം കുറഞ്ഞ ആൾക്കാരിലാണ്. അതായത് ഒരു 15 മുതൽ 45 വയസ്സിനിടയ്ക്കാണ് സാധാരണ ഈ രോഗം തുടങ്ങുന്നത്. ഈ രോഗത്തിന് ഭിന്നശേഷി ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഉള്ള ഒരു രോഗമാണ്. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് തന്നെ, അതായത് നമ്മളുടെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള കാലഘട്ടത്തിൽ തുടങ്ങുകയും മുന്നോട്ട് ഈ അസുഖം നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് മുന്നോട്ട് ഭിന്നശേഷി ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് ഒരാളുടെ സ്വാതന്ത്ര്യത്തെ ഇത് കാര്യമായിട്ട് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതും അവരുടെ 20കളിലും 30കളിലും ഒക്കെ അവർ തൊഴിൽ അന്വേഷിക്കുന്ന സമയം അത് ഈ MS ഉള്ളത് കൊണ്ട് അത് കിട്ടാനുള്ള സാധ്യത കുറയുന്നു. അത് കാരണം തന്നെ സാമ്പത്തിക ഭദ്രത കുറയുന്നു. ഇതേ കാരണം കൊണ്ട് തന്നെ അവർക്ക് പല ബന്ധങ്ങൾ, അതായത് സോഷ്യലായിട്ട് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല, ചില ആൾക്കാരുമായിട്ടുള്ള നോർമലായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതൊക്കെ ഉള്ളത് കൊണ്ട് അവരുടെ ജീവിത നിലവാരത്തിനും കുറവ് സംഭവിക്കുന്നുണ്ട്.
ഈ രോഗത്തിന് പല പല പ്രശ്നങ്ങളുണ്ട്. അതായത് ചിലവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, ചിലർക്ക് കാഴ്ചയ്ക്ക് പ്രയാസങ്ങളുണ്ടായേക്കാം. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഈ എല്ലാ പ്രയാസങ്ങളും അവർ താങ്ങേണ്ട ഒരവസ്ഥ, അതായത് അവർക്കൊരു അസുഖമില്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെ ജീവിക്കാമായിരുന്നു അതിൽ നിന്ന് കുറച്ച് ബുദ്ധിമുട്ടി തന്നെയാണ് പലർക്കും ജീവിക്കേണ്ടി വരുന്നത്. MS കാരണം മരണം എന്ന ചെറിയ പ്രായത്തിൽ മരണമൊന്നും ഉണ്ടാകാറില്ല. എന്നാലും നമുക്ക് സിവിയറായി ഒരു വീക്ക്നെസ്, വീൽ ചെയറിലേക്കൊക്കെ ആയി പോകുന്ന ആൾക്കാരിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞാൽ MS-ന് ഒരു അവർക്ക് അസുഖമില്ലാത്ത ജീവിക്കുന്ന ആൾക്കാരെ അപേക്ഷിച്ചിട്ട് ഒരു 7 വർഷമോ 10 വർഷമോ കുറച്ചാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ചെറിയ പ്രായത്തിൽ മരണം സംഭവിക്കുന്ന രോഗമല്ല, തുടങ്ങുന്നത് ആ പ്രായത്തിലാണെങ്കിലും. അടുത്ത സ്ലൈഡ്. ഈ MS വരുന്നത് ഒരു പ്രത്യേക രീതിക്കാണ്. 85% ആൾക്കാരിലും ഇത് പല അറ്റാക്കുകളായിട്ടാണ് വരുന്നത്. അതിന് റിലാപ്സിംഗ് റെമിറ്റിംഗ് MS എന്നാണ് പേരുള്ളത്. ഈ അറ്റാക്കുകൾ എങ്ങനെയാന്ന് വെച്ചാൽ ഏതെങ്കിലും ഭാഗത്ത് വരാം. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, തലച്ചോറിന്റെയോ സ്പൈനൽ കോഡിന്റെയോ കണ്ണിന്റെയോ ഞരമ്പുകളിലാണ് ഇത് വരുന്നത് എന്നുള്ളത്. അപ്പൊ ചിലപ്പോൾ ഒരു അറ്റാക്ക് വരുന്ന കണ്ണിനായിരിക്കാം, അന്നേരം കാഴ്ചയുടെ മങ്ങലായിട്ട് വരാം. അത് നമ്മൾ മരുന്ന് കൊടുത്തോ അല്ലയോ കൊടുക്കാതെയോ തന്നെ ഇത് ഇമ്പ്രൂവ്മെന്റ് വരാം. കുറച്ചു കാലം കഴിഞ്ഞ്, കുറച്ച് മാസങ്ങളോ അല്ലെങ്കിൽ ഒരു വർഷമോ വല്ലതും കഴിഞ്ഞ് വേറൊരു ഭാഗത്ത് ഇതുപോലെ അറ്റാക്ക് വരാം. അന്നേരം ബാലൻസിനായിരിക്കാം, നടക്കാനുള്ള ഒരു സന്തുലിതാവസ്ഥയ്ക്കായിരിക്കാം കുഴപ്പമുണ്ടാകുന്നത്. അങ്ങനെ പല പല ഭാഗത്തായിട്ട് വരികയും പിന്നെ അത് പൂർണ്ണമായിട്ടോ അല്ലെ ഭാഗികമായിട്ടോ അതിനൊരു ഇമ്പ്രൂവ്മെന്റ് വരികയും ചെയ്യും. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുന്നതായിട്ട് കാണാം. അപ്പൊ അതാണ് റിലാപ്സിംഗ് റെമിറ്റിംഗ് MS എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് MS-ന് ചികിത്സ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഒരു 75% റിലാപ്സിംഗ് റെമിറ്റിംഗ് MS ആയി തുടങ്ങിയ ആൾക്കാര് ഒരു സെക്കൻഡറി പ്രോഗ്രസീവ് MS എന്ന ഒരു ടൈപ്പിലേക്ക് മാറാറുണ്ട്. അതായത് പ്രത്യേകിച്ച് അറ്റാക്കുകളൊന്നും വരാതെ തന്നെ ക്രമേണ അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ കൂടുന്ന ഒരവസ്ഥയാണ് സെക്കൻഡറി പ്രോഗ്രസീവ് MS. ഇനി 10 മുതൽ 15% ആൾക്കാർക്ക് ഈ അറ്റാക്കുകൾ അധികം കാണത്തില്ല. അവർ തുടങ്ങുമ്പോൾ തന്നെ ചെറുകെ നടക്കാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ബാലൻസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടോ അങ്ങനെ മാത്രവും വരുന്ന ആൾക്കാരുണ്ട്. അതിനെ നമ്മൾ പ്രൈമറി പ്രോഗ്രസീവ് MS എന്ന് വിളിക്കുന്നു. പക്ഷെ ഇതെല്ലാം പല രൂപങ്ങളാണ് ഒരേ രോഗത്തിന്റെ തന്നെ. അപ്പൊ ഈ റിലാപ്സിംഗ് MS എന്ന് പറയുന്നതും പ്രൈമറി MS എന്ന് പറയുന്ന രണ്ട് വേറെ വേറെ രോഗങ്ങളല്ല, ഒരേ രോഗത്തിന്റെ പല രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻ മാത്രമാണ്. നിങ്ങൾ ചിലപ്പോൾ ക്ലിനിക്കലി ഐസൊലേറ്റഡ് സിൻഡ്രോം, റേഡിയോളജിക്കലി ഐസൊലേറ്റഡ് സിൻഡ്രോം എന്നൊക്കെ ചില പേരുകൾ കേൾക്കും. അതിൽ CIS അഥവാ ക്ലിനിക്കലി ഐസൊലേറ്റഡ് സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അറ്റാക്കേ വന്നിട്ടുള്ളൂ, പക്ഷെ MRI കാണുമ്പോൾ MS ആവാൻ ഒരു സാധ്യതയുണ്ട് മുന്നോട്ട് എന്ന് തോന്നിക്കുന്ന ആ ഒരു സാഹചര്യത്തെയാണ് CIS എന്ന് വിളിക്കുന്നത്. ചില ആൾക്കാർക്ക് ഒരു ബന്ധവുമില്ലാത്ത രോഗങ്ങൾ, അതായത് തലവേദന, നടുവേദന, അങ്ങനെ എന്തെങ്കിലും കാരണത്തിന് വേണ്ടി MRI എടുക്കുകയും അന്നേരം നോക്കുമ്പോൾ MS ആകാൻ സാധ്യതയുള്ള പാടുകൾ MRIയിൽ കാണുകയും ചെയ്യുന്ന അവസ്ഥയാണ് റേഡിയോളജിക്കൽ ഐസൊലേറ്റഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. അതിന്റെയൊക്കെ ചികിത്സാ രീതികൾ മറ്റേ നമ്മൾ MS എന്ന ഡയഗ്നോസിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമാണ്. അടുത്ത സ്ലൈഡ്. MS എന്ന് പറയുമ്പോൾ അതിന്റെ ഈ ഒരു പിക്ചർ വളരെ വളരെ പ്രശസ്തമായ ഒരു പിക്ചറാണ്. അപ്പൊ എന്താണ് ഈ രോഗം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ ഈ പടം ഇട്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഒരാളുടെ ഒരു സാധാരണഗതിയിൽ MS ഉള്ള ഒരാളുടെ ജീവിതം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കുറച്ച് വർഷം അവർക്ക് ഈ അറ്റാക്കുകളായിരിക്കും വരുന്നത്. അതായത് അടുപ്പിച്ച് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ വരും. പക്ഷെ അതിനുശേഷം ആദ്യം ഞാൻ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ട് ഇമ്പ്രൂവ്മെന്റ് വന്നേക്കാം. മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ബാക്കി നിന്നേക്കാം. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ അവർക്ക് ഇങ്ങനെ മാറാത്ത രീതിയിലുള്ള ഡിസബിലിറ്റിയും ഇത് കാരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന്റെ കൂടെ തന്നെ ആ പച്ച നിറത്തിൽ താഴെ കാണുന്ന ലൈൻ എന്ന് പറയുന്നത് MRIയിൽ കാണുന്ന വ്യത്യാസങ്ങളാണ്. നമുക്ക് പുറമെ അറ്റാക്കുകൾ വരുമ്പോഴും അല്ലാത്തപ്പോഴും MRIയിൽ പുതിയ പാടുകൾ വന്നുകൊണ്ടേയിരിക്കാം. അതും ഏറ്റവും കൂടുതൽ ആ തുടക്കത്തിലെ കുറച്ച് വർഷങ്ങളിലാണ് വരുന്നത്. പിന്നെ MRI പാട് വരുന്നതും കുറഞ്ഞു വരും. അങ്ങനെ ഈ MS എന്നുള്ളത് നമ്മൾ ഈ ഒരു വശത്ത് എഴുതിയേക്കുന്ന ന്യൂറോളജിക്കൽ ഡിസബിലിറ്റി എന്നാണ് ഒരു സൈഡിൽ എഴുതിയേക്കുന്നത് നിങ്ങൾ കാണുന്നത്. കാലം കൂടി വരുമ്പോൾ ആ ന്യൂറോളജിക്കൽ ഡിസബിലിറ്റി, അതായത് ന്യൂറോളജിക്കൽ രോഗം കാരണമുള്ള ഭിന്നശേഷി MS കൂടി വരികയും ചെയ്യും. എന്താണ് ഈ സമയം നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ പണ്ട് വിചാരിച്ചിരുന്നത്, ഈ തുടക്കത്തിൽ അറ്റാക്കുകൾ വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ തലച്ചോറിൽ നീര് അഥവാ ഇൻഫ്ലമേഷൻ ആണ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് പ്രായം കൂടി വരുമ്പോൾ ന്യൂറോ ഡീജനറേഷൻ, അതായത് ഞരമ്പുകൾ ശോഷിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഇത്
രൂപാന്തരപ്പെടുന്നു എന്നാണ് നമ്മൾ പണ്ട് വിചാരിച്ചിരുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ഇപ്പോൾ നമുക്കറിയാം അത് കൃത്യമായി ഇങ്ങനെ രണ്ടായി വേർതിരിക്കാൻ സാധിക്കില്ല. തുടക്കത്തിൽ തന്നെ ഏറ്റവും ഉള്ള ഇൻഫ്ലമേഷൻ മുന്നോട്ട് പോകുമ്പോൾ ഒരു വേറെ രീതിയിലുള്ള ഇൻഫ്ലമേഷൻ ആയിട്ട് മാറുന്നു. അതായത് തലച്ചോറിനകത്ത് തന്നെ കിടക്കുന്ന സ്മോൾഡറിങ് ഇൻഫ്ലമേഷൻ എന്നുള്ള രീതിയിലേക്ക് മാറ്റുന്നു. ഇത് പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ എല്ലാ കാലഘട്ടത്തിലും ഈ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന മരുന്നുകൾ നമുക്ക് ഈ അസുഖത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ആ ഇൻഫ്ലമേഷൻ കാരണമുള്ള ഡാമേജ് അല്ലെങ്കിൽ നമുക്ക് നിർത്താൻ കഴിയുന്ന ഇൻഫ്ലമേഷന്റെ അളവ് കുറഞ്ഞു വരികയും അന്നേരം നമ്മുടെ മരുന്നുകൾക്കുള്ള എഫക്റ്റ് കുറഞ്ഞു വരികയും ചെയ്യും. അടുത്ത സ്ലൈഡ്. അവസാനമായിട്ട് ഞാൻ അസുഖത്തിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുന്നതിൽ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുണ്ട്. നമുക്ക് റിലാപ്സസ്, അതായത് ഈ അറ്റാക്കുകൾ വരുന്ന കാരണമുള്ള ഡിസബിലിറ്റി പല പഠനങ്ങളും കാണിച്ചേക്കുന്ന അവ 10 മുതൽ ഒരു 25% വരെ നമുക്ക് പെർമനന്റ് ആയിട്ട് വരുന്ന ഭിന്നശേഷിയിൽ അതിന് റോളുള്ളൂ. ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കുന്നത് ഈ സ്ലോ ആയിട്ട് വരുന്ന പ്രോഗ്രഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. അത് തുടക്കം മുതലേ ലൈറ്റ് ആയിട്ടുണ്ട്, പിന്നെ അത് മാത്രമായിട്ട് രൂപാന്തരപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രഷൻ, അതായത് കണ്ടിന്യൂസ് ഇൻഫ്ലമേഷൻ കാരണമുള്ള ബുദ്ധിമുട്ടുകൾ തടയാനായിട്ട് ഈ ഇൻഫ്ലമേഷൻ കുറച്ചു വെക്കാനുള്ള മരുന്നുകൾ ദീർഘകാലത്തേക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട് MS-ന്. അടുത്ത സ്ലൈഡ്. ഇപ്പൊ എങ്ങനെയാണ് ഈ അസുഖം കണ്ടുപിടിക്കുക? അതാണല്ലോ നമ്മുടെ തുടക്കം. എങ്ങനെയാണ് ഈ രോഗം നിർണ്ണയിക്കുക? അതിൽ ഏറ്റവും അത്യാവശ്യം നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് സംസാരിച്ച് അവരുടെ പരിശോധനയിൽ എന്താണ് എന്നും അത് MS ആകാൻ സാധ്യതയുണ്ടോ എന്ന് നിർണ്ണയിക്കുക എന്നുള്ളതാണ്. കാരണം വേറെ പല രോഗങ്ങൾക്കും ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വരാം. കണ്ണിന്റെ പ്രശ്നവും കാലിലെ തരിപ്പും പെരുപ്പും എല്ലാം വേറെ അസുഖങ്ങൾക്കും വരാം. അപ്പോൾ ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് സംസാരിച്ച് അത് MS ആകാൻ സാധ്യതയുണ്ടോ എന്ന് നിർണ്ണയിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് നമ്മളത് ടെസ്റ്റുകൾ അതിനു വേണ്ടി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് തലച്ചോറിന്റെയോ സ്പൈനൽ കോഡിന്റെയോ അല്ലെങ്കിൽ രണ്ടിന്റെയും കൂടെ ചേർത്ത് ഒരു MRI സ്കാൻ എടുക്കുക എന്നുള്ളതാണ്. ഒരുവിധം 99% MS ഉള്ള ആൾക്കാരിലും നമുക്ക് MS ആകാൻ സാധ്യതയുള്ള MS ആണ് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ള പാടുകൾ കാണും. ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രം ഈ പാടുകൾ കുറവായിരിക്കാം. അത് പക്ഷെങ്കിൽ അതിന്റെ സ്പെഷ്യലിസ്റ്റ് സെന്റേഴ്സിൽ ചെന്നാൽ അതിന്റെ ഡയഗ്നോസ് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഇത് കൂടാതെ നട്ടലിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കുന്ന സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ പരിശോധന, ബ്ലഡിലുള്ള മറ്റ് രോഗങ്ങൾ, അതായത് ഈ ഡീമൈലിനേറ്റിംഗ് രോഗങ്ങൾ ഒന്നു മാത്രമാണ് MS, വേറെ പല NMO, മോഗ് ആന്റിബോഡി ഡിസീസ് തുടങ്ങിയ രോഗങ്ങളൊക്കെ ഉണ്ട്. അവയിൽ ഏതെങ്കിലും ആണോ എന്ന് തിരിച്ചറിയാനുള്ള രക്തത്തിലുള്ള ടെസ്റ്റുകൾ, പിന്നെ കാഴ്ചയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന പിന്നെ വിഷ്വൽ ഫീൽഡ്, വിഷ്വൽ വർക്ക് പൊട്ടൻഷ്യൽ, അങ്ങനെ കുറച്ച് ടെസ്റ്റുകളും കൂടെ ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് MS ആണ് എന്നുള്ളത് നിർണ്ണയിക്കാൻ സാധിക്കുന്നത്. അടുത്ത സ്ലൈഡ്. MS എന്നത് നിർണ്ണയിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അതിന്റെ പല രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ. ഒരു രീതിക്ക് മാത്രമല്ല ഈ അസുഖം വരുന്നത്. അപ്പൊ ചിലവർക്ക് ഇത് തുടക്കത്തിൽ പെരുപ്പ് തരിപ്പൊക്കെ ആയിട്ടായിരിക്കാം വരുന്നത്. ചിലവർക്ക് ഒരു കാലിന് ശക്തിക്കുറവ്, അല്ലെങ്കിൽ 2 കാലം നടക്കാൻ പ്രയാസം, ബാലൻസ് ഇല്ലായ്മ, കാഴ്ചക്കുറവ്, അങ്ങനത്തെ പല 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 പ്രശ്നങ്ങളായിട്ടാണ് MS വരുന്നത്. അപ്പോൾ അതിന്റെ ആ ഒരു കറക്റ്റ് ഏജ് ഗ്രൂപ്പില് ആ ഒരു പ്രത്യേക രീതിയിൽ, അതായത് ഞാൻ പറഞ്ഞുവല്ലോ 15 മുതൽ 45 വയസ്സിലാണ് ഏറ്റവും കൂടുതൽ തുടക്കമുള്ളത്. ആ പ്രത്യേക ഏജ് ഗ്രൂപ്പില് ഒരു ചില പ്രത്യേക ഭാഗങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടാണ് ഇത് MS ആണോ എന്ന് സംശയിക്കുന്നതും അത് പിന്നെ നമ്മുടെ ക്ലിനിക്കൽ എക്സാമിനേഷനിൽ ഡയഗ്നോസ് ചെയ്യുന്നത്. പക്ഷെ MS-ന്റെ ഒരു സെറ്റ് അസുഖങ്ങളുണ്ട്, അത് അദൃശ്യമാണ് എന്ന് പറയാം. കാരണം നമ്മൾ പുറമേ കാണുന്ന ആൾക്കാർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടും കാഴ്ചയുടെ ബുദ്ധിമുട്ടും ബാലൻസ് ഇല്ലായ്മയൊക്കെ കാണുന്നവർക്ക് മനസ്സിലാകും. എന്നാൽ അതിന്റെ ഒരു വലിയ ശതമാനം, 70-80% പ്രശ്നങ്ങളും ആർക്കും കാണാൻ കഴിയുന്ന കാര്യങ്ങളല്ല. പ്രത്യേകിച്ച് തരിപ്പ്, പെരുപ്പ്, അസ്വസ്ഥതകൾ, വേദന, ക്ഷീണം വളരെ സാധാരണമാണ് MS-ന്. കൂടെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും പണ്ടുള്ള അത്ര സ്പീഡ് കിട്ടത്തില്ല എന്നുള്ള ഒരു പ്രശ്നവും, അതായത് അത് കോഗ്നിറ്റീവ് ഫോഗ് എന്ന് പറയും. തലച്ചോറിലൊരു മൂടൽ മഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു തോന്നൽ, ദേഹത്തെന്തോ ടൈറ്റായിട്ട് പിടിച്ചിരിക്കുന്നു, അതായത് ഒരു ആരോ കെട്ടിപ്പിടിച്ചേക്കുന്ന പോലെ എവിടെയൊക്കെയോ ടൈറ്റായിട്ട് മുറുക്കി കെട്ടിയിരിക്കുന്ന പോലത്തെ ഒരു തോന്നൽ, അങ്ങനത്തെ മറ്റാർക്കും കാണാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾ, ആൾക്കാർക്ക് മനസ്സിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന
യൂറിൻ സംബന്ധമായ യൂറിന്റെ കൺട്രോൾ കിട്ടാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, മോഷൻ പോവാതിരിക്കുന്ന അവസ്ഥ, അങ്ങനത്തെ പ്രശ്നങ്ങളുമെല്ലാം MS-ന് വളരെ സാധാരണമായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു അദൃശ്യമായ പ്രശ്നങ്ങളെല്ലാം സാധാരണ മറ്റ് പ്രശ്നങ്ങളുടെ കൂടെയാണ് കാണുന്നത്. അപ്പം ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും, അല്ലെങ്കിൽ അസുഖം തുടങ്ങുന്ന സമയത്ത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള സിംറ്റംസും, പക്ഷെ മുന്നോട്ട് ഈ അദൃശ്യമായ സിംറ്റംസ് എല്ലാം കൂടുകയും ചെയ്യുന്നതാണ് നമ്മൾ സാധാരണ കാണുന്നത്. അടുത്ത സ്ലൈഡ്. അപ്പൊ നമുക്ക് പരിചയമുള്ള ഒരാൾക്ക് MS ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അവർ നടക്കുന്നതിന്റെ, അപ്പൊ ഈ ഒരു ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർക്കൊക്കെ നടക്കുന്നതിന്റെ സ്പീഡ് കുറയുക, പിന്നെ ഒരു വശം വലിച്ചു നടക്കുക, കൈക്ക് കാലിലെ ശക്തിക്കുറവ്, പിന്നെ വിട്ടുമാറാത്ത മരവിപ്പ്. അതായത് നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ കയ്യിലൊക്കെ കയറി ഉറങ്ങിക്കഴിഞ്ഞാൽ ഇച്ചിരി മരവിപ്പ് തോന്നാം. അതല്ലാതെ നമുക്ക് വിട്ടുമാറാത്ത മരവിപ്പ്, അല്ലെങ്കിൽ കൂടിക്കൂടി വരുന്ന മരവിപ്പ്, കൈക്ക് ഒന്നെങ്കിൽ വിറയിൽ വരിക, അല്ലെങ്കിൽ നമ്മൾ വഴക്കത്തോടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷി കുറയുക, കാഴ്ചയ്ക്കുള്ള ബുദ്ധിമുട്ട്, രണ്ടായിട്ട് കാണുകയോ അല്ലെങ്കിൽ ഒരു സൈഡിൽ കാഴ്ചക്കുറവ് വരികയോ അങ്ങനെ ചെയ്യാൻ. പിന്നെ ഈവൻ ഞാൻ പറഞ്ഞ പോലെ ഓർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ യുവാക്കൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് MS ആണോ എന്ന് ചിന്തിക്കേണ്ടതാണ്. അത് ഓഫ്കോഴ്സ് ഡയഗ്നോസ് ചെയ്യേണ്ടത് ന്യൂറോളജിസ്റ്റ് ആണ്. അതങ്ങനെ എടുത്തു പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പല രോഗങ്ങളുണ്ട് ഇതുപോലത്തെ സമാനമായ ബുദ്ധിമുട്ടുകൾ വരാവുന്നത്. അപ്പൊ MS തന്നെയാണോ എന്നുള്ളത് എപ്പോഴും നമ്മൾ നിർണ്ണയിക്കണം. നമ്മൾ പുറം രാജ്യങ്ങളിലുള്ള പഠനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സാധാരണമായി മൈഗ്രെയിൻ, ദേഹം വേദന, ഫൈബ്രോമയാൾജിയ, ഡിപ്രഷൻ തുടങ്ങിയ രോഗങ്ങൾക്ക് MS ആണെന്നുള്ള തെറ്റിദ്ധാരണയിൽ ചികിത്സ കൊടുക്കുന്നതായിട്ടും കാണാം. അപ്പൊ ഇത് കറക്റ്റായിട്ട് ഒരു രോഗനിർണയം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് MS-ന്. ചിലപ്പോ MS എന്ന ഡയഗ്നോസ് ഉള്ള ആൾക്കാരിൽ പനി, ദേഹം വേദന, ക്ഷീണം തുടങ്ങിയ പ്രശ്നങ്ങൾ വരുമ്പോൾ മുമ്പ് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, പണ്ട് കാഴ്ചയ്ക്കൊരു മങ്ങലുണ്ടായി ഭേദപ്പെട്ട ഒരാൾക്ക് പിന്നെയും കാഴ്ച മങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ നമ്മൾ സ്യൂഡോ റിലാപ്സ്, അതായത് യഥാർത്ഥമല്ലാത്ത ഒരു സൈസ് റിലാപ്സ് എന്നുള്ള രീതിയിലാണ് അതിനെ കാണുന്നത്. അപ്പൊ അതിന് നമ്മൾ ട്രീറ്റ്മെന്റ് സ്പെസിഫിക് ആയിട്ടൊന്നും ആവശ്യമില്ല. ആ പ്രയാസം എന്താണ്, പനി കാരണമാണ് അസുഖം വന്നെന്നുണ്ടെങ്കിൽ പനി മാറിക്കഴിയുമ്പോൾ അതങ്ങ് ശരിയാവും. അല്ല നമ്മൾ എക്സസൈസ് ചെയ്ത് ശരീരത്തിന്റെ ടെമ്പറേച്ചർ കൂടിയിട്ടാണ് അസുഖം വന്നതെന്നുണ്ടെങ്കിൽ അത് ടെമ്പറേച്ചർ ശരിയാകുമ്പോൾ നോർമലാകും. അപ്പം അത് പേടിക്കാനുള്ള ഒരു വിഷയമല്ല. മുമ്പ് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെയും ചില സാഹചര്യങ്ങളിൽ കാണുന്നത് അത് ചില റിലാപ്സ് അല്ലാതിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അടുത്ത സ്ലൈഡ്. ഇനി എങ്ങനെയാണ് ഈ MS കാരണമുള്ള ഡിസബിലിറ്റി, അതായതുള്ള ഭിന്നശേഷി നമുക്ക് തടയാനായിട്ട് സാധിക്കുന്നത്? അപ്പം ഏറ്റവും നമ്മളുടെ ചിന്താഗതിയിൽ വന്നിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഇതിന്റെ ചികിത്സ തുടങ്ങുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മൾട്ടിപ്പിൾ സ്ക്ലെറോസിന് ചികിത്സ വന്നത് 1990-കളിലാണ്. അപ്പൊ ഇന്ത്യയിൽ വന്നത് എനിക്ക് തോന്നുന്നത് അതും കഴിഞ്ഞ് ഒരു 5-6 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യയിൽ ഈ മരുന്നുകളൊക്കെ വന്നു തുടങ്ങിയത്. ഈ മരുന്നുകളെല്ലാം ചെയ്യുന്നത് മെയിനായിട്ട് അസുഖത്തിന്റെ ഇൻഫ്ലമേഷൻ കുറച്ച് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ MS-ന്റെ മരുന്നുകൾ പണ്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്, ആദ്യം ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരികയാണ്, MRI എടുക്കുമ്പോൾ MS ആണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യും. ഒരു അറ്റാക്ക് കൂടെ വന്നതിന് ശേഷം MS ആണ് എന്ന് 100% നിർണയിച്ചതിന് ശേഷം ഒരു ചെറിയ ഡോസിലുള്ള മരുന്ന് തുടങ്ങും. അസുഖം പിന്നെയും വരികയായിട്ട് കാണുവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള മരുന്നിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ഒരു സമീപനമായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും മാറി ഇപ്പൊ നമുക്കറിയാം എത്ര നേരത്തെ നമുക്ക് രോഗനിർണയം നടത്താൻ സാധിക്കുന്നു, എത്ര നേരത്തെ നമുക്ക് അസുഖം വരാതിരിക്കാനായിട്ട് ഉള്ള കരുതലുകൾ എടുക്കാൻ സാധിക്കുന്നു, അത്രയും നല്ലതാണ് മുന്നോട്ട് ഒരു പ്രയാസം വരാതിരിക്കാനായിട്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ MS-ന്റെ രോഗനിർണയം നമ്മുടെ ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. അത് എത്ര നേരത്തെ ഫസ്റ്റ് അറ്റാക്കിൽ തന്നെ MS എന്നുള്ള ഡയഗ്നോസ് ഉണ്ടാക്കാനായിട്ടുള്ള ഉപാധികളുണ്ട്. അപ്പൊ ആദ്യം തന്നെ MS ഡയഗ്നോസ് ചെയ്ത് പറ്റുമെങ്കിൽ ആദ്യം തന്നെ വളരെ ശക്തിയുള്ള ട്രീറ്റ്മെന്റ് തുടങ്ങുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ MS-ന്റെ ക്രൈറ്റീരിയയിലുള്ളത്. അപ്പം എന്താണ് ഈ ചികിത്സ എന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്ത സ്ലൈഡ്. ക്ഷമിക്കണം, അതിന് മുമ്പായിട്ട്, ചികിത്സയ്ക്ക് മുമ്പായിട്ട് ഈ ചികിത്സ ചെയ്തത് കൊണ്ട് എന്താണ് ഇതുവരെ ഗുണം ഉണ്ടായിട്ടുള്ളതെന്നും കൂടെ ആദ്യം നോക്കാം. അപ്പം പണ്ട് ട്രീറ്റ്മെന്റ് ഇല്ലാതിരുന്ന കാലഘട്ടത്തിലെ സ്റ്റഡീസ്, അടുത്ത സ്ലൈഡ് തന്നെ കാണിച്ചോളൂ. ഉള്ള സ്റ്റഡീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 84 വരെയുള്ള സ്റ്റഡീസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 15 വർഷം കഴിയുമ്പോൾ 50% ആൾക്കാർക്ക് നടക്കാൻ എന്തെങ്കിലും ഒരു സഹായം വേണം. ഒന്ന് പിടിച്ചു നടക്കാനോ എന്തിനെങ്കിലും ഒരു സഹായം വേണ്ട ഒരവസ്ഥയായിരുന്നു. അതിൽ നിന്ന് ഒത്തിരി മാറി ഈ ചികിത്സകളൊക്കെ വന്നതിന് ശേഷം
നമുക്ക് ഇപ്പോൾ 40 വർഷങ്ങൾ കഴിഞ്ഞാലും പലർക്കും കാര്യമായി ഡിസബിലിറ്റി ഒന്നും വരുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പണ്ട് ഞാൻ പറഞ്ഞുവല്ലോ, ചികിത്സ ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ 75% ആൾക്കാർക്ക് ഈ സെക്കൻഡറി പ്രോഗ്രസ്, അതായത് അറ്റാക്കുകളൊന്നും വന്നില്ലെങ്കിൽ തന്നെ അസുഖം മോശമാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്റ്റഡീസിലുള്ളത് 20% താഴെ അങ്ങനെ പോകുന്നുള്ളൂ. അപ്പോൾ ചികിത്സകളൊക്കെ ഈ അസുഖത്തിന്റെ തീവ്രതയെ കുറച്ചിട്ടുണ്ട് എന്നുള്ളതിന് സംശയമില്ല. അപ്പൊ എന്തൊക്കെയാണ് ഈ ചികിത്സകൾ എന്ന് നോക്കാം. അപ്പോൾ MS 3 രീതിയിലാണ് ചികിത്സയുള്ളത്. അടുത്ത സ്ലൈഡ്. ഒന്ന്, അസുഖം വരുമ്പോൾ, അതായത് നമുക്ക് പെട്ടെന്ന് ഒരു അറ്റാക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ആ അറ്റാക്കിന്റെ തീവ്രത കുറയ്ക്കാനുള്ള ട്രീറ്റ്മെന്റ്. അപ്പോൾ ഏറ്റവും സാധാരണമായി സ്റ്റിറോയിഡ് മരുന്നാണ് അതിന് കൊടുക്കുന്നത്. അത് വളരെ ഒരു ചുരുങ്ങിയ കാലഘട്ടമേ ഇത് കൊടുക്കാറുള്ളൂ. 3 ദിവസമോ 5 ദിവസമോ ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുകയും അതിനുശേഷം 2-3 ആഴ്ച ഗുളികയായിട്ടുള്ള ട്രീറ്റ്മെന്റ്. അതാണ് സാധാരണ ഇതിന് കൊടുക്കുന്ന സ്റ്റിറോയിഡ്. അപ്പൊ അത് വന്ന ഒരു ബുദ്ധിമുട്ട് അപ്പോൾ തന്നെ മാറിക്കിട്ടാനായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. പിന്നെ ഉള്ളത് ഈ അസുഖത്തിന്റെ ബുദ്ധിമുട്ടുകളെ തന്നെ തരണം ചെയ്യാനുള്ള സിംറ്റമാറ്റിക് ആയിട്ടുള്ള, അതായത് നമുക്കൊരു കൈക്കൊരു പെരുപ്പുണ്ടെങ്കിൽ പെരുപ്പ് കുറയ്ക്കാനുള്ള ട്രീറ്റ്മെന്റ്, ബാലൻസിന് കുഴപ്പമുണ്ടെങ്കിൽ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ്, അങ്ങനെ എന്താണോ ബുദ്ധിമുട്ട് അതൊന്ന് കുറയ്ക്കാനുള്ള ട്രീറ്റ്മെന്റ് മാത്രമായിട്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ആ ബുദ്ധിമുട്ടുകൾ ഉള്ളിടത്തോളം കാലം ഒരു ഡോസിൽ കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ അത് അസുഖത്തിനെ തന്നെ മാറ്റുകയൊന്നും ചെയ്യുന്നില്ല. ഇനിയും ഏറ്റവും ഇതിന്റെ നാഴികക്കല്ലെന്ന് പറയുന്നത് ഡിസീസ് മോഡിഫൈങ് തെറാപ്പി. അതായത് എന്താണോ MS ഉണ്ടാക്കുന്നത് അതിനെ തന്നെ മാറ്റുന്ന തെറാപ്പീസ് ആണ്, അല്ലെങ്കിൽ അതിനെ തന്നെ കൺട്രോൾ ചെയ്യുന്ന തെറാപ്പീസ് ആണ് DMT അഥവാ ഡിസീസ് മോഡിഫൈങ് തെറാപ്പീസ്. ഇവയെല്ലാം നമ്മുടെ അബ്നോർമൽ ആയിട്ടുള്ള, അതായത് പ്രശ്നം വന്ന ഈ പ്രതിരോധ മെക്കാനിസത്തിനെ കൺട്രോൾ ചെയ്യുകയും ഒരു പരിധിവരെ നമ്മളുടെ നോർമൽ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഒന്ന് കുറച്ചു വെക്കുകയും ചെയ്യുന്ന മരുന്നുകളാണ്. അതിൽ പല ഗ്രൂപ്പായിട്ട് നമുക്ക് അതിനെ തരംതിരിക്കാം. പണ്ട് കാലം മുതലേ, അതായത് ഞാൻ പറഞ്ഞല്ലോ 90കളിലൊക്കെ വന്നത് ഒരു ഇഞ്ചക്ഷൻ ആയിരുന്നു. അതായത് നമ്മൾ ഇൻസുലിനൊക്കെ എടുക്കുന്ന പോലെ എടുക്കുന്ന ഇഞ്ചക്ഷൻ, ഇന്റർഫെറോൺ ഗ്ലാട്രാമർ അസിറ്റേറ്റ് എന്ന് പറയുന്ന 2 ഇഞ്ചക്ഷൻ ആയിരുന്നു നമുക്ക് പണ്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് 2010കളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വന്ന ഗുളികകളും ഉണ്ട്, ഡൈമീഥിൽ ഫ്യൂമറേറ്റ് ടെറിഫ്ലോണമൈഡ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവയെല്ലാം മോഡറേറ്റ് എഫിക്കസി, അതായത് ഒരു മോഡറേറ്റ് ഗുണങ്ങൾ തരുന്ന മരുന്നുകളായിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. ഇവയൊക്കെ MS അറ്റാക്കുകൾ വരാനുള്ള സാധ്യത 30 മുതൽ ഒരു 50% വരെയാണ് കുറയ്ക്കുന്നത്. അപ്പോൾ അതിന്ന് കുറച്ചുകൂടെ ശക്തിവത്തായിട്ടുള്ള മരുന്നുകളെ നമ്മൾ ഹൈ എഫിക്കസി തെറാപ്പീസ് എന്ന് വിളിക്കും. ഇതിൽ ഏറ്റവും സാധാരണമായി നമ്മൾ ഉപയോഗിക്കുന്ന റിട്ടുക്സിമാബ് എന്ന് പറയുന്ന ഇഞ്ചക്ഷനാണ്. അതിന് സമാനമായിട്ടുള്ള മെക്കാനിസം ഓഫ് ആക്ഷനുള്ള ഓക്ലുസിമാബ് എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷനുണ്ട്. ഇത് രണ്ടുമാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത്. പണ്ടുണ്ടായിരുന്ന നെറ്റാലിസുമാബ് അല്ലെങ്കിൽ ടൈസാബ്രി എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ, ഒഫാട്ടുമുമാബ് എന്ന് പറയുന്ന പുതുതായിട്ട് വന്ന ഒരു ഇൻസുലിനൊക്കെ പോലെ തന്നെ എടുക്കാവുന്ന, വീട്ടിൽ തന്നെ വെച്ചെടുക്കാവുന്ന ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. പിന്നെ ഒരു ടാബ്ലറ്റും ഉണ്ട്. പക്ഷെ ടാബ്ലറ്റിന് മറ്റ് ടാബ്ലറ്റിനെ അപേക്ഷിച്ച് ഒരു 10% മാത്രമേ എക്സ്ട്രാ എഫക്റ്റ് ഉള്ളൂ. പക്ഷെ ഇഞ്ചക്ഷനായിട്ട് എടുക്കുന്ന മരുന്നുകൾക്ക് വളരെ ഹൈ എഫക്റ്റ് ആണ്. ഇത് കൂടാതെ ഈ മരുന്നുകളെല്ലാം നമ്മൾ കാലങ്ങളോളം എടുക്കേണ്ട മരുന്നുകളാണ്. അതായത് ഒരു 6 മാസം കൂടുമ്പോഴോ ഒക്കെ എടുക്കേണ്ട ഇഞ്ചക്ഷൻസും അല്ലെങ്കിൽ ഡെയിലി കഴിക്കേണ്ട മരുന്നുകളുമാണ്. പക്ഷെ ഇത് കൂടാതെ ഒരു കുറച്ചു കാലത്തേക്ക് തന്ന് നിർത്താൻ കഴിയുന്ന മരുന്നുകളും ഉണ്ട്. അതിൽ 2 എണ്ണമാണ് അലംടുസിമാബും ക്ലാഡ്രിബിനും. അലംടുസിമാബ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ക്ലാഡ്രിബിൻ മേ ബി 1-2 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ വരുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ മരുന്നുകൾ നമുക്കിപ്പോൾ 2 വർഷത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചികിത്സ ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്ക് മാറും. 60 മുതൽ 70% ആൾക്കാർക്ക് പിന്നെ കുഴപ്പങ്ങൾ വരത്തില്ല. പക്ഷെ പിന്നെയും അറ്റാക്ക് വരുന്നവർക്ക് നമുക്ക് മറ്റു മരുന്നുകളിൽ ഏതിലെങ്കിലും പിന്നെ തുടങ്ങേണ്ടി വന്നേക്കാം. അപ്പോൾ ഈ ഒരു മരുന്നുകൾക്കൊക്കെ പക്ഷേ ചില സൈഡ് ഇഫക്ട്സിന്റെ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആദ്യം ഈ മരുന്നുകൾ അങ്ങനെ കൊടുക്കാറില്ല. വളരെ സിവിയർ ആയിട്ടുള്ള MS അറ്റാക്ക് വരുന്നവർക്ക് മാത്രമേ ഈ കൂടിയ മരുന്നുകളിലേക്ക് ഇപ്പോൾ നമ്മൾ പോകാറുള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഹൈ എഫിക്കസി തെറാപ്പീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്ന മരുന്നുകൾ, അതായത് വളരെയധികം എഫക്റ്റും ഉണ്ട് എന്നാൽ സൈഡ് ഇഫക്റ്റ് അത്ര അധികവുമല്ല. ആ രീതിയിലുള്ള മരുന്നുകളാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അടുത്ത സ്ലൈഡിലേക്ക്. ഈ മരുന്നുകൾ കൊണ്ട് നമ്മുടെ മനസ്സിൽ 3 ഉദ്ദേശങ്ങളാണ് ഉള്ളത്. അറ്റ്ലീസ്റ്റ് നമ്മൾ മോണിറ്റർ ചെയ്യുന്ന മെയിനായിട്ട് 3. അതായത് രോഗലക്ഷണങ്ങൾ പുതുതായിട്ടൊന്നും വരാൻ പാടില്ല. വന്ന ലക്ഷണങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ബാക്കി നിന്നേക്കാം, പക്ഷെ പുതുതായിട്ടൊരു പ്രശ്നവും വരാൻ പാടില്ല. രണ്ടാമത്തത് MRI എടുക്കുമ്പോൾ പുതിയ പാടുകളോ അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള പാടുകളോ, നമ്മൾ ഒരു ഇഞ്ചക്ഷൻ കൊടുത്താണ് MRI നോക്കുന്നത്. ആ ഇഞ്ചക്ഷൻ കാരണം നമുക്ക് പുതിയ പാടുകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ആക്റ്റീവായിട്ടുള്ള പുതിയ പാടുകൾ അതിൽ ഉണ്ടാവാൻ പാടില്ല MRIയിൽ. അത് അസുഖം വരുന്നില്ലെങ്കിൽ കൂടി അതും നോർമൽ ആയിരിക്കണം.
പിന്നെ നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ ക്രമേണയും കൂടാൻ പാടില്ല. അപ്പൊ അറ്റാക്കുകൾ അല്ലാതെ തന്നെ നടക്കാനുള്ള ബുദ്ധിമുട്ട് ക്രമേണ കൂടാം. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്കും പോകാൻ പാടില്ല. അങ്ങനെ ക്രമേണ കൂടുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് നമുക്ക് ചില സ്കെയിലുകളുണ്ട്. അപ്പൊ നിങ്ങൾ EDSS, അതായത് എക്സ്പാൻഡഡ് ഡിസബിലിറ്റി സ്റ്റാറ്റസ് സ്കെയിൽ എന്നുള്ളതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകാം. അപ്പൊ അത് എത്ര ദൂരം നടക്കാൻ പറ്റുന്നു, കൈക്ക്, കാലിലെ ശക്തി, കാഴ്ച, അതെല്ലാം പലതും കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു സ്കെയിലാണ്. അതുകൂടാതെ കാലിന്റെ നടക്കുന്നത് നോക്കാനായിട്ട് ഒരു 25 അടി എത്ര നേരം എടുത്താണ് നടക്കുന്നത് നമുക്ക് നോക്കാൻ സാധിക്കും. കൈയുടെ നോക്കാനായിട്ട് കൈ വെച്ചിട്ടുള്ള ഒരു 9 ഹോൾ പെഗ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ഓർമ്മ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കാനായിട്ടുള്ള ടെസ്റ്റുകൾ MS വേണ്ടി മാത്രം ഉണ്ടാക്കിയ SDMT, PASAT എന്നൊക്കെ പേരിലുള്ള ടെസ്റ്റുകളുണ്ട്. കാഴ്ചയുടെ ഉണ്ടോ നോക്കാനുള്ള ചില സ്പെഷ്യൽ ആയിട്ടുള്ള കാഴ്ചയുടെ ചാർട്ടുകളും ഉണ്ട്. അങ്ങനെ പലതും വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഇത് ചെറിയ മോശമാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ളത്. അപ്പം ഈ മരുന്നുകൾ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ 3 തലങ്ങളിലും ഒരു കുഴപ്പം ഉണ്ടാകാൻ പാടില്ല. അറ്റാക്കുകൾ വരാൻ പാടില്ല, MRI പുതിയ പ്രശ്നങ്ങൾ വരാൻ പാടില്ല, ഡിസബിലിറ്റി അതായത് ബുദ്ധിമുട്ടുകൾ ഒന്നുമേ കൂടാൻ പാടില്ല. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഉപാധിയായിട്ട് ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഏറ്റവും ആദ്യം തന്നെ സ്ട്രോങ്ങസ്റ്റ് തെറാപ്പി നമ്മളുടെ ഉള്ളത് കൊടുക്കുക. പക്ഷേ നമുക്ക് സൈഡ് ഇഫക്റ്റുകൾ ഒരു പരിധിവരെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മരുന്നുകൾ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും സാധാരണമായി നമ്മൾ റിട്ടുക്സിമാബ് എന്ന് പറയുന്ന മരുന്ന് അല്ലെങ്കിൽ ഓക്ലസിമാബ് എന്ന് പറയുന്ന മരുന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ പണ്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇന്റർഫെറോൺ അല്ലെങ്കിൽ ആ ഗുളിക വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് അറ്റാക്കുകൾ വരികയാണെങ്കിൽ മാത്രം സ്ട്രോങ്ങർ മരുന്നിലേക്ക് പോകാന്നുള്ളതായിരുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നാൽ ആ പിരമിഡ് തിരിച്ചു വെച്ചു എന്നുള്ളതാണ്. അതായത് നമ്മൾ ആദ്യം തന്നെ ഫലപ്രാപ്തി കൂടുതലുള്ള മരുന്നുകൾ തുടങ്ങിയിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് നമുക്ക് അതിൽ ശക്തി കുറഞ്ഞ മരുന്നുകളിലേക്ക് വരാമെന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ ചിന്തിക്കുന്നത്. ശക്തി കൂടിയ മരുന്നുകൾ എടുക്കുമ്പോൾ ഇൻഫെക്ഷൻസിന്റെ റിസ്ക് കൂടുതലാണ്. അപ്പോൾ വളരെ റിസ്ക് കുറവാണെന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർക്ക് പലപ്പോഴും നമ്മൾ ചിലപ്പോൾ മരുന്നുകൾ മാത്രമായിട്ട് തുടരാറുണ്ട്, ഗുളികകളായിട്ടുള്ള മരുന്നുകൾ തുടരാറുണ്ട്. അടുത്ത സ്ലൈഡ്. ഇനിയും ഇപ്പോഴുള്ള മരുന്നുകൾക്ക് ഒരു ചെറിയ പ്രശ്നം, അതായത് ഒരു 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 പോരായ്മ എന്നുള്ളത് ഇതെല്ലാം നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കും. പക്ഷെ പ്രധാനമായിട്ട് റിലാപ്സുമായിട്ട് സംബന്ധപ്പെട്ടുള്ള ഇൻഫ്ലമേഷൻ ആണ് കുറയ്ക്കുന്നത്. ഈ പ്രോഗ്രഷൻ എന്ന ഭാഗത്തെ നിർത്താനായിട്ട് ഈ മരുന്നുകൾക്കുള്ള കഴിവ് താരതമ്യേന കുറവാണ്. അപ്പൊ പ്രൈമറി പ്രോഗ്രസീവ് MS എന്നുള്ളതിനകത്ത് നമുക്ക് ഓക്ലൂസിമാബ് എന്ന് പറയുന്ന മരുന്ന് മാത്രമേ ഉള്ളൂ ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള മരുന്നുള്ളത്. നമ്മൾ അതിന് സമാനമായിട്ട് ആക്ഷനുള്ള റിട്ടുക്സിമാബ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതിന്റെ പോലും എഫിക്കസി 20-25% മാത്രമേ ഉള്ളൂ. പുതിയതായി അടുത്ത വർഷം വരുമെന്ന് നമ്മൾ വിചാരിക്കുന്ന BTK ഇൻഹിബിറ്റേഴ്സ് എന്ന ഗ്രൂപ്പിലുള്ള മരുന്നുകൾ ഈ സ്പെസിഫിക് ആയിട്ട് പ്രോഗ്രഷൻ എന്ന പ്രശ്നത്തെ നിർത്തുമെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. പിന്നെ നമുക്ക് ശരിക്കും വേണ്ട മറ്റു മരുന്നുകൾ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട കഴിവുകൾ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന റീജനറേറ്റീവ് അല്ലെങ്കിൽ റീമൈലിനേറ്റിംഗ് ആയിട്ടുള്ള ചികിത്സകൾ എന്നുള്ളതാണ്. ഇതിലൊക്കെ ഒത്തിരി പഠനങ്ങൾ നടക്കുന്നുണ്ട്. എന്റെ വിശ്വാസം കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നമുക്ക് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും വളരെ ശക്തി കൂടിയതും ഇഫക്റ്റീവായിട്ടുള്ള മരുന്നുകൾ കിട്ടുമെന്ന് തന്നെയാണ്. അടുത്ത സ്ലൈഡ്. ഇനിയും ഈ പ്രീഹാബിലിറ്റേഷൻ എന്ന ഒരു ആസ്പെക്റ്റും കൂടെ നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതായത് സാധാരണ നമ്മൾ ചെയ്യുന്നത് റീഹാബിലിറ്റേഷൻ ആണ്, അതായത് പുനരധിവാസമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, നടക്കാൻ പ്രയാസം വന്നാൽ എക്സസൈസ് ചെയ്യുകയും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സപ്പോർട്ടുകൾ ഉപയോഗിക്കുകയും ചെയ്ത് അവരെ കുറച്ച് പതുക്കെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ് റീഹാബിലിറ്റേഷൻ അഥവാ പുനരധിവാസം. പക്ഷെ MS കാര്യത്തിൽ നമുക്ക് പ്രീഹാബിലിറ്റേഷൻ, അതായത് ബുദ്ധിമുട്ടുകൾ വരുന്നതിന് മുമ്പ് തന്നെ അവ തടയാനുള്ള മാർഗങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്ന് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്, എത്രയും നേരത്തെ ചികിത്സ എടുക്കുക. MS ആണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ചികിത്സ തന്നെ തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ആ സ്ട്രോങ് ചികിത്സ തുടങ്ങുമ്പോൾ നമ്മളുടെ ആരോഗ്യ സ്ഥിതിയും എല്ലാം വെച്ച് നോക്കി വേണം തുടങ്ങാനായിട്ട്. രണ്ടാമത്തത് വളരെ എളുപ്പം എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതശൈലി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇതിനൊരു 4 പില്ലർ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന്, ഭക്ഷണം, ഡയറ്റ്, എത്രത്തോളം ഹെൽത്തി ഡയറ്റിലേക്ക്. അപ്പോൾ ഒരു ഡയറ്റ് നമ്മളിങ്ങനെ നെറ്റിൽ അടിച്ച് നോക്കുമ്പോൾ പാല് കുടിക്കാൻ പാടില്ല, ഗ്ലൂട്ടൻ അതായത് വീറ്റ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പല ഇത് കാണും. പക്ഷെ അതിലൊന്നും നമുക്ക് കൃത്യമായ എവിഡൻസ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് ഉറപ്പായിട്ട് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ഹെൽത്ത് എത്ര നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നു അത്രയും നല്ലതാണ്. അപ്പോൾ ഒരു 50% നമ്മുടെ ഡയറ്റ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും പച്ചക്കറികളും പഴങ്ങളും ചേർന്നതായിരിക്കണം. ബാക്കി നമ്മൾ പ്രോസസ്ഡ് ആയിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന, അതായത് നമ്മളൊക്കെ എന്താണ് ആ
സാധനത്തിൽ ചേർന്നിരിക്കുന്നത് എന്നറിയില്ല എന്നുണ്ടെങ്കിൽ, സോസ് വാങ്ങിക്കുന്നു, അതിനകത്ത് ഒരു 50 ഇൻഗ്രീഡിയൻറ്റിന്റെ ലിസ്റ്റ് അവിടെ കിടക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് എന്താണ് ചേർന്നതെന്ന് കൃത്യമായിട്ട് അറിയില്ല. അല്ലെങ്കിൽ പുറത്ത് റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്ന എണ്ണയിൽ വെച്ച് ഉണ്ടാക്കുന്ന വറുത്ത ആഹാരങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തൊക്കെയാണ് ടോക്സിൻസ് പെടുന്നതെന്നുള്ളത്. അപ്പൊ അങ്ങനെ പ്രോസസ്ഡ് ആയിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതും റിഫൈൻഡ് ആയിട്ടുള്ള പഞ്ചസാര ചേർന്നതും ആയിട്ടുള്ള ആഹാരങ്ങൾ എത്ര കുറയ്ക്കാമോ അത്രയും കുറയ്ക്കുക. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതും ഹോൾ ഫുഡ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഒത്തിരി പ്രോസസ്സ് ചെയ്യാത്ത, ഒത്തിരി കുക്ക് ചെയ്യാത്ത ടൈപ്പുള്ള പിന്നെ അതായത് ഒത്തിരി രീതിയിൽ അതിനെ ചേഞ്ച് ചെയ്യാത്ത ടൈപ്പുള്ള ഭക്ഷണങ്ങളാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്തതും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വേറൊരു കാര്യവുമാണ് എക്സസൈസ്. അതായത് ഈ MS എന്നുള്ള രോഗം ഡയഗ്നോസ് ഉള്ളത് കൊണ്ട് മാത്രം ആർക്കും ഒരു ലിമിറ്റേഷനും ഇല്ല ചെയ്യേണ്ട കാര്യങ്ങൾ. അവർക്ക് പഠിക്കാം, അവർക്ക് എക്സസൈസ് ചെയ്യാം, അവർക്ക് എന്താ ചെയ്യാൻ താല്പര്യമുള്ളൂ അതെല്ലാം ചെയ്യാം. അത് കാരണം ഒരു ഭിന്നശേഷി വരുമ്പോഴാണ് നമ്മുടെ ജീവിതം അതിന്റെ മുഴുവൻ ഫ്ലോ ഒന്ന് കുറഞ്ഞു വരുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ എത്രത്തോളം ആക്റ്റീവായിട്ടിരിക്കാമോ അത്രത്തോളം ആക്റ്റീവായിട്ടിരിക്കുക. നിർബന്ധമായിട്ടും ഒരു 25-30 മിനിറ്റ് എങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള എക്സസൈസ്, അത് എയറോബിക് എക്സസൈസ്, ഓടുന്നത്, സൈക്കിൾ ചവിട്ടുന്നത്, നടക്കുന്നത് എല്ലാം എയറോബിക് എക്സസൈസ് ആണ്. അതല്ല എങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ്, വെയിറ്റ് ഒക്കെ നമ്മൾ ജിമ്മിൽ ചെയ്യുന്ന എക്സസൈസ് എല്ലാം സ്ട്രെങ്ത് ട്രെയിനിങ്ങിൽ പെടുന്നതാണ്. അപ്പൊ ഇവയിൽ ഏതെങ്കിലും റെഗുലറായിട്ട് ചെയ്യുക. വേദനയുള്ളവർക്ക് റെഗുലറായിട്ട് സ്ട്രെച്ചിങ് എക്സസൈസസ്, അതായത് യോഗയൊക്കെ അതിൽ പെടും. ആ എക്സസൈസസും ചെയ്യാവുന്നതാണ്. മൂന്നാമത്തത് സ്ട്രെസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്ട്രെസ് എന്നുള്ളത് നമുക്ക് ലൈഫിൽ, ജീവിതത്തിൽ നിന്ന് ഒരു ടെൻഷനും ഒരു ഇതും മാറ്റാൻ സാധിക്കില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ അവയെ നേരിടാനുള്ള നമ്മുടെ കഴിവ് നമുക്ക് കൂട്ടാൻ സാധിക്കും. അതിൽ 1-2 ടെക്നിക്കുകൾ ഉള്ളത്, ഒന്ന് മെഡിറ്റേഷൻ മുഖേന അത് ചിലവർക്ക് ചെയ്യാൻ സാധിക്കും. ചിലവർക്ക് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അതായത് നമുക്ക് ഓരോരോ പ്രോബ്ലം വരുമ്പോൾ അതിനെ സ്ലോ ഡൗൺ ചെയ്യാനുള്ള രീതികളുണ്ട്. അപ്പൊ അങ്ങനത്തെ പല പല ടെക്നിക്കുകൾ സ്ട്രെസ് മാനേജ്മെന്റ് ഉണ്ട്. എന്തിന് നമ്മുടെ യോഗ, പ്രാണായാമം അതുമൊക്കെ സഹായിക്കുന്നവരുണ്ട്. അപ്പോൾ ആ രീതിയിൽ സ്ട്രെസ് മാനേജ്മെന്റ് നോക്കുക. നാലാമത്തതിൽ കൊടുത്തിട്ടില്ല സ്ലീപ്പ്, ഉറക്കം. ദിവസം ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ നല്ല ഉറക്കം കിട്ടാനായിട്ടുള്ള, അപ്പൊ നമ്മളുടെ ജീവിതശൈലി ഇപ്പോൾ ഫോണുമായിട്ടൊക്കെ വളരെ അടുത്ത് ലിങ്ക്ഡ് ആയതുകൊണ്ട് ഉറക്കത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം സംഭവിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഭാഗവും കൂടെ കറക്റ്റഡ് ആക്കുക. അപ്പൊ ഈ ഒരു 4 എണ്ണമാണ് മെയിൻ തിങ് ഉള്ളത്. പിന്നെ നമ്മുടെ ഓർമ്മയും മറ്റു കാര്യങ്ങളും, അതായത് മുന്നോട്ടൊരു പ്രായം കൂടുന്തോറും ഡീജനറേഷൻ വരാതിരിക്കാനായിട്ട് നമ്മൾ അടുത്ത ബന്ധങ്ങൾ കീപ്പ് ചെയ്യുക എന്നുള്ളതും, അടുത്ത ബന്ധങ്ങൾ പറ്റാത്തവർക്ക് MS തന്നെ ഗ്രൂപ്പുകളുണ്ട്, അവരുമായിട്ടുള്ള ആ റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മെമ്മറി, നമ്മുടെ ഇന്റലിജൻസ് എല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. പഠിക്കുക, വായിക്കുക, ചില മാത്സ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യുക. അങ്ങനത്തെ നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ നല്ലതാണ്. പിന്നെ BP, പ്രഷർ ഒക്കെ തുടങ്ങി ഉള്ള ആൾക്കാർ അതെല്ലാം കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണം. ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനെ അതിന്റെ ഏറ്റവും നല്ല ഹെൽത്തിൽ വെച്ചേക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു MS-ന്റെ ഒരു അറ്റാക്ക് കൂടെ വന്നാലോ 1-2 പാടുകൾ കൂടുതൽ വന്നാലോ നമ്മുടെ ശരീരത്തിന് ഈസി ആയിട്ട് അതിനെ തടയാൻ സാധിക്കും. അതായത് നമുക്കൊരു ഭിന്നശേഷിയിലേക്ക് വരാതിരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അടുത്ത സ്ലൈഡ്. ഇനിയും ഇതുവരെ നമ്മൾ ആ രോഗത്തിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ രോഗത്തിന്റെ പ്രധാനമായിട്ടുള്ള 2 പേരുണ്ട്. ഒന്ന് കെയർ ഗിവേഴ്സ്, അതായത് പരിചരിക്കുന്ന ആൾക്കാർ. ഇവരാണ് ഏറ്റവും കൂടുതൽ രോഗിക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാര്. അവർക്ക് ഒന്ന് ഈ പറഞ്ഞ പോലെ രോഗിക്കൊരു പിടിക്കാൻ ഒരു തൂണായിട്ടുള്ള അവർ നിൽക്കുന്നവരുണ്ട്. അത് കൂടാതെ ഈ അസുഖത്തിന്റെ ഗതി തന്നെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും രോഗിയേക്കാൾ കൂടുതൽ കൂടെയുള്ളവർക്ക് സാധിക്കും. അപ്പൊ അവർക്ക് ശ്രദ്ധിക്കാം. അതായത് ചിലപ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ, വന്നും പോയി ഇരിക്കുന്ന ചെറിയ പ്രശ്നങ്ങൾ, പനി വരുമ്പോൾ ചില അസുഖം കൂടുക, അതൊന്നും വലിയ പ്രശ്നങ്ങളുള്ള കാര്യങ്ങളല്ല. അങ്ങനെ വരുമ്പോൾ രോഗിയെ സമാധാനിപ്പിക്കുക. ക്രമേണ അസുഖം കൂടുന്ന ഒരു സാധ്യതയുണ്ടോ, അതായത് അറ്റാക്കുകളൊന്നും വരുന്നില്ല, എന്നാൽ ചെറുകെ അസുഖം കൂടുന്നതായിട്ട് നോക്കുന്നു. പണ്ട് ഒരു 200 മീറ്റർ കുഴപ്പമില്ലാതെ നടന്നുകൊണ്ടിരുന്ന ആൾക്ക് ഇപ്പൊ അത്രയും നടക്കാൻ സാധിക്കുന്നില്ല. 100 മീറ്റർ ആകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഒന്ന് പിടിക്കണം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. രണ്ടാമത്തത്, അതിന്റെ ഏറ്റവും സിവിയർ ആയിട്ടുള്ള അറ്റാക്കുകളായിട്ട് വരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണാം. അങ്ങനെ അതിന്റെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണോ അതോ കുറച്ചുകൂടെ ഗൗരവമുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളാണോ എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് പരിചരിക്കുന്നവർക്ക് നല്ലൊരു പങ്കുണ്ട്. അതുകൂടാതെ രോഗിയുടെ പ്രശ്നങ്ങൾ എന്താന്നുള്ളത് സമൂഹത്തെയും ഡോക്ടറെയും ഒക്കെ അറിയിക്കുക എന്നുള്ളതും
അവരുടെ അവകാശങ്ങൾക്കായിട്ട് വേണ്ടി പൊരുതുക എന്നുള്ളതിലും, അതായത് അഡ്വക്കസിയിലുമൊക്കെ ഈ കെയർ ഗിവേഴ്സിന് നല്ല ഒരു പങ്കുണ്ട്. ഒരു ഭാഗം കൂടെ പറയാം, ഇത് ഒരു രോഗമുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുന്നതിന് ഒരു പ്രത്യേക കഴിവും ഒരു കറേജും വേണമെന്ന് ഞാൻ പറയും. അപ്പൊ അതിന് അവരവരുടെ മാനസികമായിട്ടുള്ള ശക്തി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും വളരെ വളരെ ആവശ്യമാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ സോഷ്യൽ ഇന്ററാക്ഷൻസ് ഇതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അടുത്ത സ്ലൈഡ്. ഇനിയും MS എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ പല പല തലങ്ങളിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു രോഗമായതുകൊണ്ട് ന്യൂറോളജിസ്റ്റ് എന്ന് മാത്രം പോരാ, ഒരു വലിയ ചുറ്റുമുള്ള സമൂഹം തന്നെ ഇതിനാവശ്യമുണ്ട്. പ്രധാനമായിട്ടും തെറാപ്പിസ്റ്റുകൾ, അതായത് നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, വൊക്കേഷണൽ തെറാപ്പിസ്റ്റ്, ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, അങ്ങനെ പല പല ആൾക്കാർക്കും നമ്മളുടെ എന്താണോ നമ്മുടെ ബുദ്ധിമുട്ട് അത് പ്രകാരമുള്ള ട്രീറ്റ്മെന്റ്, അതിന്റെ പ്രകാരമുള്ള റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് അവർക്ക് സഹായിക്കാൻ സാധിക്കും. പിന്നെ യൂറിൻ സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവർക്ക് യൂറോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളുള്ളവർക്ക് സൈക്യാട്രിസ്റ്റിനെയോ, കോൺസ്റ്റിപ്പേഷന് ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ്, അങ്ങനെ പലരെയും കാണേണ്ട ഒരവസ്ഥ വന്നേക്കാം. അപ്പൊ MS കുറിച്ച് ബോധവാന്മാരായ ഒരു സെറ്റ് ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും ഈ ഒരു രോഗത്തിന്റെ ചികിത്സയ്ക്ക് വളരെ വളരെ അത്യാവശ്യമാണ്. അതുകൂടാതെ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അത് ഇന്ത്യയിൽ പല പല ബ്രാഞ്ചുകളും ചാപ്റ്റേഴ്സ് ഉള്ളതാണ്. അതിലേക്ക് ട്രിവാൻഡ്രത്തും ഒരു ചാപ്റ്റർ ഉണ്ട്. ട്രിവാൻഡ്രത്ത് ഇതിൽ ആക്റ്റീവായിട്ട്, ട്രിവാൻഡ്രത്തും കേരളത്തിലൊട്ടാകെ തന്നെ ഇതിൽ ആക്റ്റീവായിട്ട് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ആക്റ്റീവായിട്ട് ഇടപെടുന്ന ആൾക്കാരുണ്ട്. അതിൽ പല ആൾക്കാരും MS വാറിയേഴ്സ് എന്ന് സ്വയം, അതായത് MS-നെതിരെ പോരാടുന്നവർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആൾക്കാരാണ്. അതുകൂടാതെ കേരള ഗവൺമെന്റിന്റെ പദ്ധതികളുണ്ട്. അതായത് ഞാനിപ്പോൾ അതിന്റെ വെബ്സൈറ്റിന്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇവർ ഇട്ടേക്കുന്നത്. അതായത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഒരു KSSM-SID എന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റിൽ MS-നുള്ള ചികിത്സാ സഹായത്തിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അത് ഗവൺമെന്റ് അംഗീകരിച്ച മരുന്നുകൾ അതുവഴി കിട്ടാൻ പറ്റും. പിന്നെ നമുക്ക് ഗവൺമെന്റ്, അതായത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നുള്ള RPWD ആക്ട്, അതായത് ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കുള്ള അവകാശ നിയമം 2016 പാസ്സാക്കിയിട്ടുണ്ട്. അത് പ്രകാരം അതിൽ ഐഡന്റിഫൈ ആയിട്ടുള്ള രോഗങ്ങളിൽ ഒരെണ്ണമാണ് MS എന്നുള്ളത്. അപ്പൊ പല രീതിയിലും നമുക്ക് സോഷ്യലും ഗവൺമെന്റിലുമായിട്ടുള്ള സപ്പോർട്ടുകൾ ഇതിന് ഉണ്ട്. പക്ഷെ അത് കുറച്ചുകൂടെ മൊബിലൈസ് ചെയ്യാനായിട്ട് ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം വളരെ അത്യാവശ്യമാണ്. അടുത്ത സ്ലൈഡ്. ഇപ്പോ ഇതിലൂടെ ഇപ്പൊ ഈ ഒരു ടോപ്പിക് കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് എന്താണ് MS എന്നുള്ളത് മനസ്സിലാക്കി തരിക എന്നുള്ളതും അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, എങ്ങനെ അതിനെ നേരിടാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു പറയുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഒരു ഭിന്നശേഷി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രോഗമാണ്. അത് താരതമ്യേന പ്രായം കുറഞ്ഞ ആൾക്കാരിലാണ് വരുന്നത്. ഓട്ടോഇമ്യൂൺ എന്നൊരു അടിസ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റി കുറയ്ക്കുന്ന മരുന്നുകൾ വെച്ചാണ് ഇതിനെ ചികിത്സിക്കുന്നത്. അവയുടെ പേര് ഡിസീസ് മോഡിഫയിങ് തെറാപ്പി എന്നാണ്. ഏറ്റവും നേരത്തെ കണ്ടുപിടിക്കുക, ചികിത്സ തുടങ്ങുക, പറ്റുമെങ്കിൽ ശക്തി ആയിട്ടുള്ള ചികിത്സ തന്നെ തുടങ്ങുക എന്നുള്ളതാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് പാർട്ടിലെ ഏറ്റവും അത്യാവശ്യ കാര്യം. പക്ഷേ നമുക്ക് അത് കാരണമുള്ള ഭിന്നശേഷി വരാതിരിക്കാനായിട്ട് ജീവിതശൈലി ആയിട്ടുള്ള വ്യത്യാസങ്ങളും ആവശ്യമുണ്ട്. സമൂഹത്തിന്റെയും എല്ലാവരുടെയും സപ്പോർട്ടും ആവശ്യമുണ്ട്. അപ്പൊ അതിലൊക്കെ കൂടുതൽ അവയർനെസ് വരുത്താനായിട്ട് നിഷിന്റെയും മറ്റ് സിമിലർ ഓർഗനൈസേഷന്റെയും സപ്പോർട്ട് നമുക്കുള്ളത് വളരെ പോസിറ്റീവായിട്ട് ഞാൻ കണക്കാക്കുന്നു. താങ്ക് യു. നന്ദി മാഡം. നമ്മുടെ സെഷൻ പ്രസന്റേഷൻ എന്നിവിടെ അവസാനിച്ചിരിക്കുകയാണ്. തുടർന്ന് നമ്മൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ മാഡത്തിനോട് ഈ സമയത്ത് ചോദിക്കാവുന്നതാണ്. ഓരോരുത്തർക്കായി മൈക്ക് അൺമ്യൂട്ട് ചെയ്തും അതുപോലെ തന്നെ ചാറ്റ് ബോക്സിലും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഹലോ. മാഡം, ഇത് ജനറ്റിക് ഡിസീസ് ആണോ? അല്ല, ഇത് ജനറ്റിക് ഡിസീസ് അല്ല. കാരണം ഇത്രയും സ്റ്റഡീസ് നടന്നിട്ടും അവർക്ക് ഒരു ജീൻ പോലും അതിന്റെ ഒരു കറക്റ്റ് കോസായിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞുവല്ലോ, ചില രാജ്യങ്ങളിൽ കൂടുതലാണ്. അത് അവിടുത്തെ പിന്നെ ക്ലൈമറ്റ് കൊണ്ട് മാത്രമല്ല, കുറച്ച് അവിടെ ഒരു ജനറ്റിക് ബേസിസ് ഉണ്ട്. അപ്പം വെള്ളക്കാരിലാണ് കൂടുതൽ കാണുന്നത്. അത് അവരുടെ ഒരു ജനറ്റിക് ബേസിസ് ആണ്. പക്ഷെ അത് മാത്രമേ ഉള്ളൂ. ഒരു കുടുംബത്തിൽ തന്നെ കാണാനുള്ള റിസ്ക് വളരെ വളരെ കുറവാണ്. നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടുണ്ടോ? കേരളത്തിൽ? നമ്മുടെ നാട്ടിൽ പണ്ടുള്ളതിനേക്കാളും കൂടുതലാണ്. കേരളത്തിൽ ഇന്ത്യയെക്കാളും കൂടുതലുണ്ടെന്ന് തോന്നുന്നില്ല. പൊതുവെ ഇന്ത്യയിൽ
ഞാൻ ഈ പറഞ്ഞാണ് ഒരു 1,00,000 ആൾക്കാരിൽ 5-10 പേരിൽ ഇത് കാണും. ഈ ഒരു ഇഞ്ചക്ഷൻ എടുക്കുമെന്ന് പറയും ഇൻഫ്ലമേറ്ററി സ്റ്റേജ് കുറയ്ക്കുന്നത്. അത് അതെ അതെ ഡിസീസിന്റെ പ്രോഗ്രസ് നിർത്തേ ഉള്ളൂ, ഡിസീസിനെ കുറയ്ക്കൂ. ഡിസീസിന്റെ അസുഖം അതെ 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 അത് അസുഖം കുറയ്ക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് നിർത്തിക്കഴിഞ്ഞാൽ അസുഖം തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അസുഖത്തിന്റെ ഒരു ഇൻഫ്ലമേഷൻ ആണ് ഈ അസുഖത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് തുടക്കത്തിലെങ്കിലും. അപ്പൊ അതിനെ മാക്സിമം കുറച്ചു വെക്കാനായിട്ടാണ് ഇത് സഹായിക്കുന്നത്. അപ്പോൾ അതിന്റെ ഡീജനറേഷൻ എന്ന ഭാഗത്തോട്ട് അത് പോകുന്നില്ല എന്നുള്ള രീതിയിലേക്ക് നിർത്താൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു സംശയം കൂടെ. ഈ ആയുർവേദം, ഹോമിയോ മെഡിസിൻ ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റുമോ ഈ ചികിത്സയുടെ കൂടെ? അത് ഇപ്പൊ ഏത് കുറഞ്ഞ ടൈപ്പ് കോൺസ്റ്റിപ്പേഷൻ, മരുന്നാണ് എനിക്ക് കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാനുള്ള മരുന്ന് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പെട്ടെന്ന് അതൊക്കെ മയാൾജിയ, പെട്ടെന്ന് പറ്റുമായിരിക്കും. ഒരു ഐ അതായത് ഡിസീസ്, കൺജന്റിവൈറ്റിസ് ഒക്കെ വരുമ്പോ അത് വരാൻ സാധ്യതയാണ് കേട്ടോ. ഇതുമായിട്ട് ഇന്ററാക്ട് ചെയ്യാത്ത ഏത് മരുന്നാണ്. ഇപ്പൊ ഈ കായം ഗുളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നതിനോ അല്ലെങ്കിൽ കണ്ണിലൊഴിക്കുന്ന മരുന്നിനോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. ഇല്ല. പിന്നെ വേറെ ടൈപ്പ് മെയിൻ ചികിത്സകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ മരുന്നുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതാണോ എന്നുള്ള ഒരു ചോദ്യം മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു. മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരും ഒരു സതിക്ക് ഒരിക്കൽ കൂടെ പറയുകയാണ്. നമ്മൾ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്കും കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്, Q2 എന്ന പേരിൽ. മീറ്റിംഗ് അറ്റൻഡ് ചെയ്തവർ തീർച്ചയായിട്ടും അതും ഫില്ല് ചെയ്തിട്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. Q2 എന്ന പേരിൽ. ഹലോ യെസ് മാം. മാം, ഞാനിപ്പോൾ ഓൾറെഡി റിട്ടൂക്സിമാബ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റ് ആണ്. നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ അതിൽ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ വളരെ കുറവാണ്. മെഡിസിൻ ഇപ്പോൾ അവൈലബിൾ അല്ല. കോഴിക്കോട്, ഞാൻ പാലക്കാട് നിന്നാണ്. അപ്പോൾ കോഴിക്കോടിൽ മെഡിസിൻസ് അവൈലബിലിറ്റി ഇല്ല. അവർ പറഞ്ഞത് അവിടെ സപ്ലൈ ഭയങ്കര കുറവാണ്, അവിടെ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. ഇപ്പം റീസെൻ്റ് ആയിട്ട് എൻ്റെ ന്യൂറോളജിസ്റ്റ് പറഞ്ഞത് ഒക്രിലുസുമാബിലോട്ട് മാറാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ആ മെഡിസിൻ സ്കീമിലൂടെ കിട്ടാനുള്ള വല്ല ഇതുണ്ടോ, ചാൻസസ് ഉണ്ടോ? ഇപ്പോ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തേക്കുന്ന 2 മരുന്നാണ്. അതായത് മാക്സിമം ആൾക്കാരെ കവർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണേ. ഡൈമിഥൈൽ ഫ്യൂമറേറ്റും റിട്ടുക്സിമാബും ആണ് ഗവൺമെന്റ് കറന്റ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ അവരൊരു പർട്ടിക്കുലർ ഇൻകം ലെവലൊക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും കിട്ടുന്നില്ല. ഈ പറഞ്ഞത് കറക്റ്റ് ആണ്. ചിലപ്പോ നമുക്ക് നമ്പർ കുറയുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നതിന് പോസിറ്റീവായിട്ട് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കുറെ പേർ കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ടൈം തരുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സപ്ലൈ കിട്ടുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന അത്രയും ബുദ്ധിമുട്ട് ഇപ്പൊ അടുത്ത് ഇത് വരാറായി. അതിന്റെ ആയിരിക്കാം ആ ഒരു ഇതുള്ളത്, ഡെഫിഷ്യൻസി ഉള്ളതേ. അപ്പം മാം, അപ്പൊ ഈ മെഡിസിൻ നമുക്ക് എന്തെങ്കിലും സ്കീം ത്രൂ കിട്ടാനുള്ള ചാൻസസ് എന്തെങ്കിലും ഉണ്ടോ, ലൈക് ഫ്യൂച്ചറിലാണെങ്കിൽ? ബിക്കോസ് എനിക്ക് സെക്കൻഡറി പ്രോഗ്രസീവ് ആണ് ഡയഗ്നോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിട്ടുക്സിമാബിനെക്കാളും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ അതാണെന്ന് പറഞ്ഞു. ബട്ട് ഫീസിബിലിറ്റി അല്ലാത്തത് കൊണ്ട്, 6 lakh ഒന്നും ഫീസിബിൾ അല്ലാത്തത് കൊണ്ട് നമുക്കത് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞാൻ സമ്മതിക്കുന്നു. കാരണം ഓക്രിസുമാബാണ് ഞാനും പ്രിഫർ ചെയ്യുക പ്രോഗ്രഷൻ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ അത് ഞങ്ങൾ ആക്ച്വലി ആപ്ലിക്കേഷൻ ഒക്കെ സമർപ്പിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിനും അതൊരു ബേർഡൻ ആണ്. അത് എളുപ്പമല്ല അവർക്കും. നമ്പർ ഓഫ് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നത് കുറയും എന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. എന്റെ പ്രതീക്ഷ അവരത് അംഗീകരിക്കുമോ എന്നുള്ളതാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ. പക്ഷെ ഫിനാൻസ് ലെവലിൽ നിന്ന് അവർക്ക് കിട്ടണമായിരിക്കും, ക്ലാരിറ്റി വേണമായിരിക്കും. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. മാഡം, ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, ഞാൻ വായിക്കാം. ഓക്കെ. വാട്ട് റോൾ ക്യാൻ social workers and community-based support system play in improving the lives of people with multiple sclerosis? നമുക്ക് സോഷ്യൽ വർക്കേഴ്സ് ഇത് പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടില് എത്ര നന്നായിട്ട് ഇത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ബുദ്ധിമുട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള MS വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള നഴ്സസ് അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പ്രത്യേകിച്ച് ഇതിന്റെ പ്രയാസങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിരിക്കും. അപ്പോൾ ഓരോ അറ്റാക്ക് വരുമ്പോഴല്ലേ, ഒരു പ്രശ്നം വരുമ്പോഴും ഇത് റിലാപ്സ് ആണോ അല്ലേ, അല്ലെങ്കിൽ ഇപ്പം ആദ്യം സുഹൃത്ത് ചോദിച്ച പോലെ അതൊരു നമുക്ക് വേറൊരു മരുന്ന് കൂടെ എടുക്കാമോ, അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ, ഇതൊക്കെ ഒരു ചില്ലറ പ്രശ്നങ്ങളാണെങ്കിലും എല്ലാത്തിനും പലപ്പോഴും ഡോക്ടറെ കാണാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് മാത്രമല്ല MS തന്നെ ഇതൊരു അത്യാവശ്യം റയർ ഡിസീസ് ആയതുകൊണ്ട് ഒരു ജനറൽ ഐഡിയ ആണ് പൊതുവെ ന്യൂറോളജിസ്റ്റ് ഉള്ളത്. അപ്പൊ ഇതിനെക്കുറിച്ച് മാത്രം നല്ല ഗ്രാഹ്യമുള്ള ഒരു സോഷ്യൽ വർക്കറോ ഒരു നഴ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ
അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ വളരെയധികം ഹെൽപ്ഫുൾ ആകുമെന്നാണ് നമുക്ക് തോന്നുന്നത്. അത് പുറം നാടുകളിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് താനും. അതായത് നഴ്സസിനെ ഞാൻ അവരെ പലപ്പോഴും കോണ്ടാക്ട് ചെയ്യുക. കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യാമെന്നുള്ളത് എനിക്ക് തോന്നുന്നത് എന്നെക്കാട്ടിലും കൂടുതൽ പറയാൻ സാധിക്കുക കമ്മ്യൂണിറ്റി ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് ഞാൻ അഗൈൻ പറഞ്ഞത് ഒരു റെയർ ഡിസീസ് ആണ്. അപ്പൊ നമുക്കൊരു ഫുൾ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇപ്പൊ ഷുഗറിന്റെയോ ഹാർട്ടിന്റെ രോഗങ്ങൾക്കോ ഒക്കെ ഉള്ള ഒരു ഇത് പദ്ധതിയെ പോലെ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് മേജർ സെന്ററുകളിലോ അല്ലെങ്കിൽ ഓരോ ഡിസ്ട്രിക്റ്റില് അതിന്റെ ഒരു മെയിൻ സെന്റേഴ്സ് അവൈലബിൾ ആക്കുക എന്നുള്ള രീതിയിൽ ചെയ്യുന്നതായിരിക്കാം കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. അതായത് നമ്മളെപ്പോഴും ഗവൺമെന്റ് പോയിന്റ് ഓഫ് വ്യൂന്ന് നമുക്ക് അതിന്റെ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂന്ന് കൂടി ചിന്തിക്കുമ്പോൾ നമുക്ക് ചില ഏരിയാസ് അതിന് ആക്കിയെടുക്കാം, അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത്, അതായത് ക്രോണിക് ന്യൂറോളജിക്കൽ ഡിസീസസ് എന്ന് പറയുന്ന ഒരു രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കുറച്ചുകൂടെ ആക്സസിബിൾ ആക്കാൻ പറ്റും കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ്. വേറെ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ പേര് രാമൻ എന്നാണ്. എനിക്ക് ചോദിക്കാനുള്ള നിഷിനോടാണ് ആക്ച്വലി. ഞാൻ ഓഡിബിൾ ആണെന്ന് കരുതുന്നു. കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. അതായത് ഈ മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് ഉള്ള ആൾക്കാർക്ക് വളരെ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഈ സ്പീച്ചിലൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. സോളോയിങ് ഇഷ്യൂ വരുന്നുണ്ട്, സ്പീച്ച്. അപ്പോ ഇത് ചിലർക്ക് ഇപ്പോ അവർക്കൊരു കൺസൾട്ടേഷനോ അതല്ലെങ്കിൽ ഒരു ട്രെയിനിങ് മാതിരിയൊക്കെ നിഷിന്റെ ഭാഗത്തു നിന്ന് കൊടുക്കാൻ കഴിയുന്നതാണോ? അത് ഓൺലൈൻ ആയിട്ടാണോ ഓഫ്ലൈൻ ആയിട്ടാണോ കൊടുക്കാൻ കഴിയുക? കാരണം മൊബിലിറ്റി ഇഷ്യൂസ് ഉള്ള ആൾക്കാരാവും ഈ ഇതേമാതിരിയുള്ള ഇഷ്യൂസ് കൂടുതൽ ഫേസ് ചെയ്യുന്നത്. അപ്പോ നിഷിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാ. തീർച്ചയായിട്ടും നിഷിന്റെ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഡയറക്റ്റ് കൺസൾട്ടേഷൻ ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ഷെയർ ചെയ്താൽ മതിയാവും. നമ്മൾ ഈ ചാറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യുമോ നിങ്ങളുടെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താലും മതിയാവും. എനിക്ക് തോന്നുന്നു നിഷിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതാവുമ്പോ ഒരു നമ്മൾ ഓർഗനൈസേഷൻ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ് IMS ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോ അവരൊക്കെ കൂടുതൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാവും. ഇൻഡിവിജ്വൽ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത്. ഇൻഡിവിജ്വൽ അല്ല, തീർച്ചയായിട്ടും നമ്മൾ നിഷിലെ ഈ പ്രൊജക്ടിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്, അത് കോൺടാക്ട് ഡീറ്റെയിൽസ് അതിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. താങ്ക് യു. ചാറ്റ് ബോക്സിൽ നിന്നിരുന്നാൽ മതിയാ. അല്ല, ഞാനിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അതിലുണ്ട്, കാണാം. ഫൈൻ. ഓക്കെ. താങ്ക് യു. മറ്റു ചോദ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചോദിക്കാം. മാം, അതുപോലെ മാനേജിങ് ഓഫ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിനെ കുറിച്ചാണല്ലോ മാം ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ഇതിൽ ഈ കോഗ്നിറ്റീവ് ട്രെയിനിങ് എന്താണ് മാം? അത് എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഒന്നും കൂടുതൽ പറയാൻ പറ്റുമോ മാം? ഷുവർ. അപ്പോൾ MS-ലുള്ള ഈ കോഗ്നിറ്റീവ് പ്രശ്നങ്ങൾ, അതായത് ബുദ്ധിപരമായ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഈ സാധാരണ ഡിമെൻഷ്യ പോലെയല്ല. അതായത് നമുക്ക് പെട്ടെന്ന് മറന്നു പോകും, അങ്ങനത്തെ കാര്യങ്ങൾ വളരെ റയറായിട്ട് MS-ൽ വരാറുള്ളൂ. മെയിനായിട്ട് MS-ലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്ലോനെസ് വരിക എന്നുള്ളതാണ്. നമുക്ക് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. രണ്ടാമത്തത് മൾട്ടി ടാസ്ക് ചെയ്യാൻ സാധിക്കില്ല. അതായത് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ നോക്കുമ്പോൾ മിസ്റ്റേക്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പല പല സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഒന്ന് അവർ കോഗ്നിറ്റീവ് റീട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട്, അതായത് ചില നമ്മുടെ കളികൾ പോലെയാണ്. അത് ഓരോരോ ലെവലിൽ ആദ്യം അറ്റൻഷൻ എന്ന് പറയുന്നതിനകത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള കുറെ കളികൾ, അത് കഴിഞ്ഞിട്ട് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്, അങ്ങനെ ഓരോ ലെവലിൽ നമ്മളുടെ മെമ്മറിയുടെ ആസ്പെക്ട്സ് ട്രെയിൻ ചെയ്യാനുള്ള കോഗ്നിറ്റീവ് റീട്രെയിനിങ് എക്സസൈസസ് ഉണ്ട്. അപ്പോൾ അത് ഇപ്പൊ കറന്റ്ലി ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരെണ്ണമില്ല. എന്നാൽ ഇതിന്റെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന വേർഷൻസും ഒക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതിന് ചില പേരുകളുള്ള, സ്പെസിഫിക് പേരുകളുള്ളത് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു AI ടൂളിൽ അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരുകൾ കിട്ടാനും എളുപ്പമാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യയിൽ. അപ്പൊ അത് ഒരു മാർഗമാണ് കോഗ്നിറ്റീവ് റീട്രെയിനിങ്ങിന്. പക്ഷേ പല സ്റ്റഡീസും കാണിച്ചിട്ടുണ്ട് നമ്മളുടെ എക്സസൈസ് തന്നെ ഒരു മേജർ കോഗ്നിറ്റീവ് റീട്രെയിനിങ് ആണ്. അതായത് 25 മിനിറ്റ് മുതൽ 35 മിനിറ്റ് വരെ എയറോബിക് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരിൽ വന്ന ഇംപ്രൂവ്മെന്റും ഈ കോഗ്നിറ്റീവ് റീട്രെയിനിങ് കാരണം വന്ന ഇംപ്രൂവ്മെന്റും പല സ്റ്റഡീസിലും ഏതാണ്ട് സിമിലർ ആണ്. ഇത് രണ്ടുപേരിലും ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാരെക്കാളും ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷേ
ഈ ബോഡി എക്സസൈസും ബ്രെയിൻ എക്സസൈസും ചെയ്യുന്നവർക്ക് ഒരുവിധം സിമിലർ ഇഫക്റ്റ് ആയിട്ടാണ് കിട്ടിയത്. അപ്പൊ അത് നമുക്ക് ഈസിലി ആക്സസിബിൾ ആണ്, വേറൊരു സാധനം ഡൗൺലോഡ് ചെയ്യാതെ തന്നെ ആക്സസിബിൾ ആണ്. രണ്ടാമത് ചെയ്യാവുന്ന കാര്യം നമുക്ക് നമ്മളുടെ ജീവിത ശൈലിയിൽ കുറച്ച് ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ്. കാരണം നമ്മൾ കോൺസ്റ്റന്റ്ലി ഒരു നോയ്സിലാണ് ജീവിക്കുന്നത്. അതായത് എക്സ്റ്റേണലി നമുക്ക് പല പല ബൊമ്പാർട്ട്മെന്റ്, ഫോൺ അടിക്കുന്നു, നമ്മൾ ഇമെയിൽ നോക്കുന്നു, അങ്ങനെ കോൺസ്റ്റന്റ്ലി നമ്മുടെ ബ്രെയിൻ ഒരു സ്റ്റിമുലേറ്റഡ് മോഡിലാണ്, റെസ്റ്റ് ഇല്ലാത്ത രീതിയിൽ. ആ സ്റ്റിമുലേഷൻ കുറയ്ക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കോഗ്നിഷന്റെ പ്രോബ്ലങ്ങൾ ഒരു പരിധി വരെ സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ മൾട്ടി ടാസ്ക് ചെയ്യുന്നത് മിനിമം ആക്കുക, അപ്പോൾ എറേഴ്സ് വരാനുള്ള ചാൻസ് കുറയും. അപ്പം ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് കോഗ്നേറ്റീവ് ഇതിനു വേണ്ടി നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. താങ്ക് യു മാം. ഹലോ ഹലോ മാം. കേൾക്കുന്നുണ്ട്. മാം, എനിക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് 4.5 years ആയി. അപ്പോൾ ഈ സെക്കൻഡറി പ്രോഗ്രസീവ് ആയതുകൊണ്ട് പ്രഗ്നൻസിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരാനോ അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് ശേഷം റിലാപ്സോ അല്ലെങ്കിൽ പ്രോഗ്രഷനോ വരാനുള്ള ചാൻസസ് എന്തെങ്കിലും ഉണ്ടോ? ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വരാനുള്ള ഇതുണ്ടോ, ചാൻസസ് ഉണ്ടോ? എം എസും പ്രഗ്നൻസി തമ്മിൽ കാര്യമായിട്ട് ഒരു നെഗറ്റീവ് ഇന്ററാക്ഷൻ ഇല്ല എന്നുള്ളതാണ് എല്ലാ സ്റ്റഡീസും കാണിച്ചിരിക്കുന്നത്. അതായത് പ്രഗ്നൻസി കാരണം എം എസിന്റെ റുട്ടീൻ, അതായത് അതിന്റെ ലോങ് ടേം ഔട്ട്കമ്മിന് ചേഞ്ച് വരുന്നില്ല. പ്രഗ്നൻസിയെയും കാര്യമായിട്ട് എം എസ് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ജനറലി എല്ലാ സ്റ്റഡീസിനും കാണിക്കുന്നത്. പക്ഷെ ഡ്യൂറിങ് പ്രഗ്നൻസി നമുക്ക് എം എസിന്റെ അറ്റാക്സ് വരാനുള്ള സാധ്യത കുറയും. പ്രോഗ്രഷനെ അത് കാര്യമായിട്ട് ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷെ അറ്റാക്സ്, റിലാപ്സസ് വരാനുള്ള റിസ്ക് നിയർലി ഹാഫ് ആവും. ഇമ്മീഡിയറ്റ്ലി പ്രഗ്നൻസി കഴിഞ്ഞ ഒരു 3 മാസം നമുക്കത് ആക്ച്വലി സാധാരണ നമ്മുടെ ബേസ് ലൈനിനെക്കാളും കൂടുതലായിരിക്കും അറ്റാക്ക് വരാനുള്ള റിസ്ക്. സോ ഫസ്റ്റ് 3 months ഒരു ഹയർ റിസ്ക് ഉണ്ട് റിലാപ്സ് വരാനായിട്ട്. ഓൾറെഡി ക്രച്ച് യൂസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അപ്പൊ എനിക്ക് വാക്കിംഗ് പാറ്റേൺ, നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഡ്യൂറിങ് പ്രഗ്നൻസി അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ? അതൊക്കെയാണ്. ഡ്യൂറിങ് പ്രഗ്നൻസി അത് കാരണമുള്ള ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അതായത് നമുക്ക് എന്ത് ഒരു ഡിസബിലിറ്റി ഉണ്ടോ അത് നമുക്ക് കുറച്ചുകൂടെ മോശമാക്കാനുള്ള, അത് പക്ഷേ സാധാരണ ടെമ്പററി ആയിരിക്കും കേട്ടോ. അത് ആ ഒരു വെയിറ്റ് ഗെയിൻ കൊണ്ടും നമുക്ക് പ്രഗ്നൻസി കാരണം ഉണ്ടാവുന്ന ചേഞ്ചസ് കൊണ്ടുമാണ്. അതൊരു പെർസിസ്റ്റന്റ് പ്രോബ്ലം ആയിട്ട് നിൽക്കേണ്ട കാര്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. നമുക്ക് വെയിറ്റ് പിന്നെ മാറ്റാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രോബ്ലം ലോങ് ടേം. പക്ഷേ ഓൾറെഡി നമുക്ക് ഒരു സപ്പോർട്ട് വേണ്ടതാണെങ്കിൽ ആ ഒരു പ്രഗ്നൻസി പീരീഡിൽ എല്ലാവർക്കും വരുന്ന ചേഞ്ചസിന്റെ ഭാഗമായിട്ട് നമുക്കും പ്രോബ്ലം വന്നേക്കാം. ചിലപ്പോ ഡെലിവറിക്കുള്ള ഇഷ്യൂസും സെയിം ഇഷ്യൂ കൊണ്ട് തന്നെ ഉണ്ടാവും. നമുക്ക് പവർ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻസിനുള്ള റിസ്ക്കും കൂടുതലായിരിക്കും. എനിക്ക് ഓൾറെഡി ഫ്രീക്വന്റ് UTI ഉണ്ട്, പിന്നെ ബ്ലാഡർ ഇറിറ്റബിലിറ്റിയും ഉണ്ട് ഡോക്ടർ. പിന്നെ ഇപ്പോൾ ഓൾറെഡി ഒരു ഫൈബ്രോയിഡ് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി ബ്ലാഡറിലോട്ട് ഇംപിഞ്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നതെന്നെല്ലാം പറഞ്ഞു. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് വേറെ എന്തെങ്കിലും പ്രിക്കോഷൻസോ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? ബിക്കോസ് എല്ലാ ഗൈനക്കോളജിസ്റ്റും MS അവെയർ അല്ല, അതിനെ കുറിച്ച് കൂടുതലായിട്ട് അവെയർ അല്ല. അപ്പൊ അവര് ന്യൂറോളജിസ്റ്റിന്റെ അടുത്ത് ചോദിക്കാനാണ് പറയുന്നത്. നമ്മള് ഈ ഫൈബ്രോയിഡ് തന്നെ അവർ ആക്റ്റീവായിട്ട് എത്രത്തോളം ഇംപിഞ്ച്മെന്റ് ഉണ്ടോ എന്നുള്ള അനുസരിച്ചിരിക്കും. മൈൽഡായിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രിക്കോഷൻ അതിന് ആവശ്യമില്ല. പക്ഷെങ്കിൽ MS പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ളത് നമ്മൾ അവെയർ ആയിരിക്കണം ഈ പോസിബിലിറ്റീസ് വരുമെന്നുള്ളത്. ഫസ്റ്റ് തിങ് ഇൻഫെക്ഷൻസ് വരുമെന്ന് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഫ്ലൂയിഡ് ഇൻടേക്ക് കൂട്ടുക എന്നുള്ളതും മാക്സിമം ഹൈജീൻ അത് നോക്കുക എന്നുള്ളത്. ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് അത് കൾച്ചർ ചെയ്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ. അപ്പൊ നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളതാണ്. അതിന് വരുമെന്നുള്ളതിനെ ഓർത്ത് നമ്മൾ ഒത്തിരി ആങ്ഷ്യസ് ആവേണ്ട കാര്യമില്ല. കാരണം ആ ഒരു 9 months എസ്പെഷ്യലി നമ്മുടെ പിന്നെ അബ്ഡോമിനൽ ഇത് വലുതാവും തോറും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും എന്നുള്ളത് നമുക്കറിയാം. അതിന് പ്രിവെന്റീവ് മെഡിസിൻ പറ്റത്തില്ല. അത് നമുക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അതിന്റെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മാത്രമേ നമുക്ക് അതിനകത്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ MS എത്രത്തോളം കൺട്രോൾഡ് ആയിട്ടിരിക്കുന്നു അത്രത്തോളം നല്ലതാണ് ഡ്യൂറിങ് പ്രഗ്നൻസി. കാര്യം ഈ നമുക്ക് പ്രഗ്നൻസിക്ക് മുമ്പുള്ള 1 വർഷം ഏറ്റവും നല്ല കൺട്രോളാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഡ്യൂറിങ് പ്രഗ്നൻസി അത്രത്തോളം സേഫാണ്.
ഓക്കെ മാം, റിട്ടുക്സിമാബ് ആസ് സച്ച് ഒരു പ്രോബ്ലം അല്ലല്ലോ? അല്ല. ഓക്കെ ഓക്കെ, താങ്ക് യു സോ ഡ്യൂറിങ് പ്രഗ്നൻസി കുറച്ച് കെയർഫുൾ ആയിരിക്കണം അത് എടുക്കുകയാണെങ്കിൽ, ബട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ പ്രഗ്നൻസി അതൊരു പ്രോബ്ലം അല്ല. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. മാഡം, ചാറ്റ് ബോക്സ് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. മുമ്പ് ചോദിച്ചതിന്റെ ബാക്കിയായിട്ടാണ്. സോഷ്യൽ വർക്കേഴ്സിന് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് മാൻഡേറ്ററി ആയിട്ട് വേണോ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതിനാണ് ചോദിച്ചിട്ടുള്ളത്. മാൻഡേറ്ററി എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് അവൈലബിൾ ആയിരിക്കണം. അത് ഗവൺമെന്റ് സർട്ടിഫൈഡ് ഒരു കോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു മുന്നോട്ട് ആലോചിക്കാവുന്നതാണ് ഇങ്ങനെ ഒരു കോഴ്സ് മാൻഡേറ്ററി ആക്കണമെന്ന്. കറന്റ് നമുക്കറിയാം ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ അവെയർ ആക്കുക എന്നുള്ളതാണ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് ഓവർ ടൈം അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഇൻസിസ്റ്റ് ചെയ്യാവുന്ന കോഴ്സസ് ഉണ്ടാവും. മാൻഡേറ്ററിനെസ് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാര് എനിക്ക് ചിലപ്പോൾ താല്പര്യം കുറയാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ അതിനേക്കാട്ടിലും പ്രിഫറബിളി നമ്മൾ കുറച്ചുകൂടെ ആൾക്കാരെ അവെയർ ആക്കണം. അപ്പോൾ ഇതിനകത്ത് ഒന്നെങ്കിൽ ഈ അസുഖത്തിന്റെ പേരിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ കാണും, അല്ലെങ്കിൽ അതിന് നമുക്ക് ആൾക്കാരെ അങ്ങനെ ഒരു അസുഖമുള്ള ആളെ പരിചയമുള്ളത് കൊണ്ടോ ട്രീറ്റ് ചെയ്തത് കൊണ്ടോ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ കാണും. അപ്പൊ അങ്ങനെയുള്ളവരെ ഇതിനകത്തോട്ട് അട്രാക്ട് ചെയ്ത് അതുമായിട്ടുള്ള അവയർനെസ് കൂട്ടുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു നല്ല സർട്ടിഫിക്കറ്റ് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ട് അത് വൈഡ്ലി ഡിസമിനേറ്റ് ചെയ്യുക. പിന്നെ അത് അതിന്റെ നമുക്ക് ആൾക്കാരെ കിട്ടി വരുമ്പോഴാണ് അതൊരു മാൻഡേറ്ററി കോഴ്സ് ആക്കാൻ സാധിക്കുന്നത്. ലിനി NS ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ചോദിക്കാനുള്ളതാണോ? മറ്റു ചോദ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചോദിക്കാം. മാഡം, ചാറ്റ് ബോക്സിൽ വന്നിട്ടുള്ളത് ജെൻഡർ അനുസരിച്ച് ഇതിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുമോ എന്നാണ് MS-ന്. ജെൻഡർ അനുസരിച്ച് ചേഞ്ചസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ സ്ത്രീകളിലാണ് കാണുന്നത്. അറൗണ്ട് ഒരു മേ ബി 2 to 3 times കൂടുതലാണ് സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച്. പക്ഷെങ്കിൽ പുരുഷന്മാരുടെ അസുഖം കുറച്ചുകൂടെ സിവിയർ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. സ്ത്രീകൾക്ക് സാധാരണ ഇച്ചിരൂടെ ഒരു മൈൽഡർ ടൈപ്പാണ്. അതൊരു ജനറലൈസ് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്ത്രീകളിൽ സിവിയർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, പുരുഷന്മാരിൽ മൈൽഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. എന്നാലും ഈ ഡിസബിലിറ്റി കൂടുതൽ വരാനായിട്ടുള്ള റിസ്ക്കും ചില കോഗ്നിറ്റീവ് മെമ്മറി ഇഷ്യൂസ് കൂടുതൽ വരാനുള്ള റിസ്ക്കും ആണുങ്ങളിലാണ് സ്ത്രീകളെ അപേക്ഷിച്ചിട്ട് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ പുരുഷന്മാരിലാണ് ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊരു ഹൈ എഫിക്കസി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് തന്നെ നമ്മൾ കരുതുന്നത്. അത് മാത്രം ഒരു ഹൈ റിസ്ക് ആണ്. അപ്പം പിന്നെ ഓഫ് കോഴ്സ് അല്ലാത്ത കാര്യങ്ങൾ മെയിൻ തിങ് എന്ന് പറയുന്നത് സ്ത്രീകളിൽ വരുമ്പോൾ പ്രഗ്നൻസിയുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഒരു നമ്മുടെ രാജ്യത്തിലെ കല്യാണത്തിന്റെ കാര്യവും പ്രഗ്നൻസി കാര്യങ്ങളും ഒക്കെ കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്ന സാധാരണ സ്ത്രീകളായിട്ടാണ് നമ്മളുടെ എക്സ്പീരിയൻസിൽ കണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റും ഉണ്ട്. അപ്പോൾ എസ്പെഷ്യലി പ്രഗ്നൻസിക്ക് പ്രിപ്പയർഡ് ആക്കണം എന്നുള്ളതും എല്ലാ കാര്യങ്ങളും. ഇതിനൊന്നും നോർമലി പ്രഗ്നൻസി നടത്തുന്നതിനൊന്നും ഇഷ്യൂസ് ഇല്ല. MS-ന് തന്നെ ഇഷ്യൂസ് ഇല്ല. പക്ഷെ അത് കാരണം ഓൾറെഡി ഒരു ഭിന്നശേഷി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരും. നമ്മുടെ സെഷന്റെ അവസാനത്തിൽ കിടക്കുകയാണ്. ഇനി എന്തെങ്കിലും സംശയമോ ഡൗട്ടുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഒരു ചോദ്യം ഉണ്ട് മാം. മറ്റേതൊക്കെ ഡിസീസിന്റെ പാർട്ടായിട്ട് MS പ്രതീക്ഷിക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
MS എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഡിസീസാണ്. അപ്പൊ അതൊന്നിന്റെയും പാർട്ടല്ല. പക്ഷെ ഡീമൈലിനേറ്റിംഗ് ഡിസീസസ് എന്ന് പറയുന്ന ഒരു ലാർജ് കാറ്റഗറി, അത് MRI നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന ചേഞ്ച്, ഡീമൈലിനേഷൻ എന്ന് പറയുന്ന രോഗങ്ങൾ പലതരത്തിലുണ്ട്. അതിലൊന്നാണ് MS. MS അല്ലാതെ ന്യൂറോമൈലൈറ്റിസ് ഒപ്റ്റിക്ക സ്പെക്ട്രം ഡിസോർഡർ, NMOSD എന്ന് പറയുന്ന ഒരു സെറ്റ് അസുഖമുണ്ട്. മോഗ് ആന്റിബോഡി അസോസിയേറ്റഡ് ഡിസീസ് എന്ന് പറയുന്ന അസുഖമുണ്ട്. ഇത് മൂന്നുമാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡീമൈലിനേറ്റിംഗ് രോഗങ്ങൾ. അതിൽ 70% MS തന്നെയാണ്. ബാക്കി മൈനറായിട്ടുള്ള ആഡം എന്ന് പറയുന്ന കുഞ്ഞുങ്ങളിൽ വരുന്ന ടൈപ്പ് ഡീമൈലിനേഷൻ, ഒപ്റ്റിക് ന്യൂറൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ് മാത്രം വരുന്ന, വേറെ പ്രത്യേകിച്ച് ഒരു കാരണം പേരിടാൻ പറ്റാത്ത രീതിയിലുള്ള ഒപ്റ്റിക് ന്യൂറൈറ്റിസ്, മൈലൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓരോരോ ഭാഗത്ത് മാത്രം വന്നു പോകുന്ന ഡീമൈലിനേറ്റിംഗ് രോഗങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് ഡീമൈലിനേറ്റിംഗ് ഡിസീസസിന്റെ കീഴിലാണ് MS എന്ന് വരുന്നത്. പിന്നെ വേറെ അതൊരു ക്ലാസിഫിക്കേഷൻ മാത്രമാണ്. MS എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഡിസീസാണ്, ഒരു സ്പെസിഫിക് എൻറ്റിറ്റിയാണ്. എയർലി ഡയഗ്നോസ് ചെയ്യാൻ പാരന്റ്സിന് പറ്റുമോ, അതിന് പറ്റുമെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് മാം. അതായത് നമ്മളുടെ ഞാൻ അന്ന് നേരത്തെ മെൻഷൻ ചെയ്ത കാര്യങ്ങളാണ്. അതായത് നടക്കാനുള്ള വ്യത്യാസങ്ങൾ കാണുകയാണെങ്കിൽ, ഒരു വശം ഇച്ചിരി ഡ്രാഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ നടക്കുന്നതിന്റെ സ്പീഡ് കുറയുന്നു, ബാലൻസ് ഇല്ല, യൂറിനറി സിംറ്റംസ് ചെറിയ പ്രായത്തിൽ വരിക, അതായത് നൈറ്റിൽ യൂറിൻ പോകുന്ന സിംറ്റം ഉണ്ട്, അത് പക്ഷെ സാധാരണ ഇതുമായിട്ട് റിലേറ്റഡ് അല്ല. പക്ഷെ അതല്ലാതെ കൺട്രോളിന്റെ പ്രശ്നം, യൂറിൻ പോകാൻ ഒത്തിരി തടസ്സം, അങ്ങനത്തെ പ്രശ്നങ്ങൾ ചെറിയ പ്രായത്തിൽ വരിക. ഒരു സൈഡിൽ കാഴ്ചമങ്ങല് കുട്ടികളിൽ പറയുക, അത് ഗ്ലാസസ് വെച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാഴ്ചമങ്ങലാണെങ്കിൽ വിട്ടുമാറാതെ പെരിപ്പോ തരിപ്പോ നിൽക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു അത്യാവശ്യമായിട്ട് നിങ്ങൾ ന്യൂറോളജിസ്റ്റിനെ കാണണം. അത് ആ രീതിയിലേ ഉള്ളൂ നമുക്ക് MS ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ചിലപ്പോൾ ചില സിംറ്റംസ് വളരെ മൈൽഡായിട്ട് വന്നു പോകുന്ന സിംറ്റംസ് ഉണ്ട്. ഒരു പെരിപ്പോ ഒരാഴ്ച നിന്നിട്ട് പോവുക. അപ്പൊ അങ്ങനെയുള്ളത് ചിലപ്പോൾ MS ആകാം. പക്ഷേ അതിലും കോമൺ ആയിട്ടുള്ള കണ്ടീഷൻസിലേക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, അതൊക്കെയാണ് ഏറ്റവും സാധാരണമായിട്ടുള്ളത്. പക്ഷെ ഞാൻ മുൻപേ പറഞ്ഞ സിംറ്റംസ് കാണുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ന്യൂറോളജിസ്റ്റിനെ കാണേണ്ടതായിട്ട്, അത് പേരൻസിന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. പണ്ടത്തിൽ നിന്ന് ഇതൊരു ജനറ്റിക് ഡിസീസ് അല്ലാത്തത് കൊണ്ട് പണ്ട് കുട്ടി കുഴപ്പമൊന്നും കാണില്ല. പുതുതായിട്ട് വരുന്ന ചേഞ്ചസ് ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. മാഡം, അതിന്റെ തുടർന്നായിട്ട് തന്നെ ഈ സിംറ്റംസ് മറ്റ് ഡിസീസുകൾ ഇഷ്യൂസിനും ഉണ്ടാകുമല്ലോ, ലൈക്ക് റോങ് ഡയഗ്നോസ്. അപ്പൊ അതിന്റെ പാർട്ടായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ന്യൂറോളജിസ്റ്റിനെ തന്നെ കാണണം എന്നുള്ളത്. സാധാരണ ന്യൂറോളജിസ്റ്റിന് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല ഡയഗ്നോസ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും അതിന്റെ ഒരു കറക്റ്റ് പ്രോട്ടോകോൾ എന്നുള്ള രീതിയിൽ മറ്റ് രോഗങ്ങൾക്കുള്ള ടെസ്റ്റുകൾ ചെയ്യും. അതൊന്നും അല്ലാന്ന് കാണുമ്പോഴാണ് MS എന്ന് പറഞ്ഞ് ഡയഗ്നോസ് ചെയ്യുന്നത്. ഇതിലൊരു ഡയഗ്നോസ്റ്റിക് ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ആൾക്കാർ ഒരു കുറച്ചുകൂടെ വലിയ സെന്ററിലേക്ക് റെഫർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുക. പക്ഷേ പെർസെ ഇതിന്റെ ഡയഗ്നോസ് അത്ര ഡിഫിക്കൽട്ട് അല്ല. നമുക്ക് ഓൾറെഡി ക്ലിനിക്കലി സംശയമുണ്ട്, MRI കറക്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ. മറ്റ് സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണോ മറ്റൊന്നും തീർച്ചയായും നമ്മൾ ഇഡാസ് ടീമുമായിട്ട് ബന്ധപ്പെടാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്കോ മെയിൽ ഐഡിയിൽ നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന പോസ്റ്റർ വഴി ഷെയർ ചെയ്തിട്ടുള്ള കോൺടാക്ട് നമ്പറിലൂടെയും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ സെഷൻ കൈകാര്യം ചെയ്ത ഡോക്ടർ സുധി എസ് നായർ മാഡത്തിനുള്ള പ്രത്യേക നന്ദി നിഡാസിന്റെയും മിഷന്റെയും പേരിൽ അറിയിച്ചുകൊള്ളുന്നു.